السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين هم للزكاة فاعلون. صدق الله العلي العظيم. أحب الناس إلى الله ينفعهم للناس، وأحب الأعمال إلى الله سرور تدخله على مسلم أو تكشف عنه كربة. صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شد الحياة ومن شد الممات ومن حراق جثماني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، واعلموا أمة سيدنا محمد اللهم صل وسلم وبارك عليه. കർണാടക മുസ്ലിം ജമാഅത്ത് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇതിൻ്റെയൊക്കെ സവാബ് ആഖിറത്തിൽ അല്ലാഹു നമ്മോട് പറഞ്ഞ ഏറ്റവും വലിയൊരു വാഗ്ദാനമുണ്ട്. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിങ്ങളോട് തീർച്ചയായും ഒരു വലിയ നിഅമത്തിനെ കുറിച്ച് ചോദിക്കപ്പെടും. ആ അന്നഈം ഏതാണെന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടി തന്നു. അന്നഈമു ഹുവ മാ അൻഅമല്ലാഹു അലൈനാ ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമുക്ക് ചെയ്ത നിഅമത്തുകളാണ് അന്നഈം എന്ന് പറഞ്ഞാൽ. ഈ ലോകത്ത് സർവ്വജനങ്ങൾക്കും നിഅമത്ത് കിട്ടാൻ ഏറ്റവും വലിയ കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നാണ്. ആ നിഅമത്തിനെ കുറിച്ച് നമ്മോട് ചോദ്യം ഉണ്ടെന്നാണ്. ഈ നിഅമത്ത് കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞ വാക്കല്ല. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് കണ്ടത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു, ഫലം തുംസി ബിനാ നിഅമത്തുൻ ളഹറത് വലാ ബത്വനത്. നമുക്ക് കിട്ടുന്ന ഡയറക്റ്റോ ഇൻഡയറക്റ്റോ നിഅമത്തുകൾ, പ്രത്യക്ഷമായതോ ഏത് നിഅമത്താണെങ്കിലും, നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ വദുന്യൻ, ദീനിലോ ദുനിയാവിലോ ആഖിറത്തിലോ നമുക്ക് ലഭിക്കാൻ പോകുന്ന സകല നിഅമത്തുകളും, ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ തടയപ്പെടുന്നുണ്ടെങ്കിൽ, ഫീ വാഹിദിൻ മിൻഹുമാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒന്നോ ദുനിയാവിലോ അല്ലെങ്കിൽ ആഖിറത്തിലോ നമുക്ക് വരുന്ന അപകടങ്ങൾ തടയപ്പെടുന്നുണ്ട് എന്ന് കണ്ടാൽ, ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിഅമത്ത് അതിൻ്റെ കാരണമായിട്ടല്ലാതെ ഉണ്ടാകൂല. നമുക്ക് കിട്ടിയ ഓരോ നിഅമത്തുകൾ ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ. ശാരീരികമായ നിഅമത്തുകൾ എത്രയാണ്, ഭൗതികമായ നിഅമത്തുകൾ എത്രയാണ്. വീടുണ്ട്, വസ്ത്രമുണ്ട്, നമുക്ക് നല്ല ശരീരമുണ്ട്, ആരോഗ്യമുണ്ട്. അതിൻ്റെ കൂടെ ദീനീയ ഇൽമുകൾ നിഅമത്തുകൾ എത്രയാണ്. ആർക്കും കിട്ടാത്ത ഈമാൻ നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്.
ആർക്കും ലഭിക്കാത്ത സുന്നത്തുകൾ, ആർക്കും ലഭിക്കാത്ത നബിതങ്ങളുടെ ഉമ്മത്താവുക എന്ന ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹുവെ നമുക്ക് നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഈ ദീനിയായ നിഅമത്തും ദുനിയവിയായ നിഅമത്തും സകല നിഅമത്തും കിട്ടാൻ കാരണമായത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ജീവിതത്തിൽ വരാൻ പോകുന്ന മുസീബത്തുകൾ തടയപ്പെടണോ എങ്കിൽ അതിനും കാരണമാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അന ഖാസിമുൻ വല്ലാഹു മുഅതി, ഞാൻ ഓഹരി വെക്കുന്നവനാണ്, തരുന്നവൻ റബ്ബാണ്, അല്ലാഹുവാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രൊജക്റ്റ് പാസാക്കി തന്നാൽ അത് പഞ്ചായത്ത് തലത്തിലുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ ഞങ്ങൾ പോയി അത് ചോദിക്കാറുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ അടുത്താണ്. ആരും സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോവാറില്ല, അവിടെ എത്തിപ്പെടാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓഹരി വെക്കുന്ന ആൾ എന്ന് കാണുമ്പോൾ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളായ ഈമാനുള്ള സകല മനുഷ്യന്മാരും എത്തിപ്പെടുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്കാണ്. നബി തങ്ങളുടെ ഹയാത്ത് കാലത്തും അത് നടന്നിട്ടുണ്ട്, നബി തങ്ങളുടെ ഹയാത്തിന്റെ പിന്നെയും നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരാണ് ചോദിക്കാതിരുന്നത്? സർവ്വ സ്വഹാബത്തും അവർക്കൊരു മുസീബത്ത് വരുമ്പോൾ, അവർക്ക് നല്ല നിഅമത്തുകൾ കിട്ടണമെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ലാഭങ്ങൾ ഉണ്ടാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് വരാറുണ്ട്. എന്തിന് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിയർപ്പിനെ ബറക്കത്തായി കണ്ടവരാണവർ. നബി തങ്ങളുടെ ഉമിനീരിനെ ബറക്കത്തായി കണ്ടവരാണവർ. ഈ ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു തന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് ഇരുന്നു കൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരു രോഗമുണ്ട്. ആ രോഗം വേറൊന്നുമല്ല, പറഞ്ഞതൊക്കെ മറന്നുപോകുന്ന രോഗമാണ്. എനിക്കൊന്നും ബൈഹാർട്ടായി നിൽക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞിയിലേക്ക് കൈവച്ചുകൊണ്ട്, ഇനി നിനക്ക് മറവി വേണ്ട എന്ന പ്രാർത്ഥന നടത്തിയപ്പോൾ പിന്നെ അബൂ ഹുറൈറക്ക് മറവി ഉണ്ടായില്ല. ഈ ലോകത്ത് കഴിഞ്ഞു പോയ സർവ്വ സ്വഹാബത്തും നബി തങ്ങൾ അടുത്തു വന്നില്ലേ? യുദ്ധം കഴിഞ്ഞ് ദാഹിച്ച സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായവുമായി സ്വഹാബത്ത് വന്നപ്പോൾ സദസ്സിലുള്ള മുഅ്മിനീങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുമ്പിൽ കുറേ ചെയറുകൾ കാലിയുണ്ട്, അത് ഫില്ലാക്കണം. ഒന്ന്, പെണ്ണുങ്ങളുടെ ഭാഗത്ത് ശബ്ദങ്ങൾ ഉണ്ടാക്കാതെ കുറേ ചെയറുകൾ കാലിയുണ്ട്. പെണ്ണുങ്ങൾ അവരുടെ റാഹത്തിന് വേണ്ടി ചില പെണ്ണുങ്ങളൊക്കെ കാല് നീട്ടിയിട്ട് പിന്നൊരു ചെയറും കൂടി യൂസാക്കുന്നുണ്ട്. അത് പാടില്ല. മറ്റുള്ളവരും കൂടി ഇരിക്കണമെന്ന ബോധം നമുക്ക് വേണം. ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. നിങ്ങളുടെ അടുത്ത് വരുന്ന ആളുകൾ സ്ഥലം ചോദിക്കുമ്പോൾ, സ്ഥലത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ സ്ഥലം വിട്ടുകൊടുക്കലാണ് ഇസ്ലാമിൻ്റെ മാതൃക. അങ്ങനെ മറ്റുള്ളവരുടെ നന്മ ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാതെ നന്മകൾ അള്ളാഹു ചെയ്തു തരും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ പെടുത്തട്ടെ. യുദ്ധം കഴിഞ്ഞ് വന്ന് ദാഹിക്കുന്ന സ്വഹാബത്ത് നബി തങ്ങളോട് ആവശ്യപ്പെട്ടു, ദാഹിക്കുന്നു നബിയെ, കുളിക്കാനുണ്ട് നബിയെ, ഉളുവെടുക്കാനുണ്ട് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പം വെള്ളമുള്ള ചെമ്പിലേക്ക് രണ്ട് വിരലുകളും ഇട്ടുകൊടുത്തു. എന്നിട്ട് ആ വെള്ളത്തിലൂടെ എത്ര ആയിരം സ്വഹാബത്താണ് കുളിച്ചത്, ഉളുവെടുത്തത്, കുടിച്ചത്. മുഅ്മിനീങ്ങളെ, എല്ലാ സ്വഹാബത്തും നബിതങ്ങളെ എല്ലാ വിഷയങ്ങളിലേക്കും അവർ അതേ നബിതങ്ങളടുത്ത് വന്നു. പിന്നെയോ മരണത്തിന്റെ ശേഷവും നബിതങ്ങളടുത്ത് പലരും ചോദിച്ചില്ലേ? ആ ചോദിച്ചവരിൽ ഏറ്റവും വലിയ പ്രമുഖനല്ലേ മുഅ്മിനീങ്ങളെ? മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തന്റെ കാലിലേക്ക് വല്ലാത്ത വേദന ഉണ്ടായപ്പോൾ കൂടെയുണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞില്ലേ, ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക, അബ്ദുല്ലാഹി ഇബ്നു ഉമറെ,
നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ ഓർക്കേണ്ട സമയമാണിത്, വിളിക്കേണ്ട സമയമാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ വച്ചിട്ട് വിളിച്ചില്ലേ, യാ മുഹമ്മദ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ഈ വിളിക്കലോട് കൂടെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവിടുത്തെ കാൽവേദന ശമനമായി. പിന്നെ വന്ന ഓരോ മദ്ഹബിന്റെ ഇമാമിങ്ങളെ ചരിത്രം എടുത്തു നോക്കൂ. അബൂ ഹനീഫ അൻ-നുഅ്മാനി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടെ നിന്നുണ്ടാക്കിയ ഖസീദത്തുൻ നുഅ്മാനിയ, ആ ഖസീദത്തുൻ നുഅ്മാനിയയിൽ നബി തങ്ങളോട് സഹായം ചോദിച്ചില്ലേ. പിന്നെ വന്ന ഇമാമന ശാഫിഈ റളിയല്ലാഹു അൻഹു, ആ നബി തങ്ങളോട് സഹായം ചോദിച്ച അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ സിയാറത്ത് ചെയ്ത് തന്റെ പല ആവശ്യങ്ങളും അല്ലാഹുവിന്റെ അടുത്ത് പറഞ്ഞില്ലേ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ഇടയാളനാക്കിക്കൊണ്ട് തവസ്സുല് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ലേ. ആ പ്രാർത്ഥനത്തിന്റെ ഫലം കൊണ്ട് ശാഫിഈ ഇമാം തന്നെ പറഞ്ഞില്ലേ, എന്റെ പല ആവശ്യങ്ങളും ആ സിയാറത്ത് കഴിയലോട് കൂടെ അല്ലാഹു എനിക്ക് വീട്ടി തന്നു. ഓ മുഅ്മിനീങ്ങളെ, പിന്നെ വന്ന ഏറ്റവും വലിയ ഇമാമല്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഹജ്ജിലേക്ക് പോയില്ലേ, പോകുന്ന സമയം വഴിതെറ്റിയില്ലേ. വഴിതെറ്റിയ സമയത്ത് യാത്രക്കാരൻക്ക് വഴിതെറ്റിയാൽ എങ്ങനെയുണ്ടാകും? അതും പണ്ടുകാലമാണ്, മരുഭൂമിയാണ്, കൂടെ ആളുകളില്ല. വഴിതെറ്റിയപ്പോൾ മഹാനവറുകൾ വിളിച്ചില്ലേ, യാ ഇബാദല്ലാഹി അഈനൂനീ. അല്ലാഹുവിന്റെ റസൂൽ ഉൾപ്പെടെയുള്ള എത്ര മഹാത്മാക്കളുടെ അർവാഹാനുള്ളത്. ഓ അല്ലാഹുവിന്റെ അടിമകളെ, എന്നെ സഹായിക്കണേ. വഴിതെറ്റിയപ്പോൾ പറയാനുള്ള ദിക്റാണിത്. ഇത് പറഞ്ഞാൽ ആ തെറ്റിയ വഴി നമ്മെ നേരെ വഴിയിലേക്ക് എത്തിക്കും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമല്ലേ. അവരെല്ലാം വിളിച്ചു ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് അവിടത്തെ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ ബാബു മാ യഖൂലു റജുലു ഇദാ ഖദറത് റിജ്ലുഹു, ഒരാളുടെ കാല് വീതി പോയ കാലിന് അതേ പ്രശ്നമുണ്ടായാൽ പറയേണ്ട ദിക്റെന്ന് പറഞ്ഞ് നബിതങ്ങളെ വിളിച്ച് പറയുന്ന, ഇസ്തിഗാസം തേടുന്ന, നബിതങ്ങളോട് സഹായം തേടുന്ന ആ പാഠം അവിടുത്തെ കിതാബിൽ പഠിപ്പിച്ച് തന്നില്ലേ. മുഅ്മിനീങ്ങളെ, കഴിഞ്ഞുപോയ എല്ലാവർക്കും ആശ്രയമായത്, എല്ലാവർക്കും താങ്ങും തണലായത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമുക്കും അത് തന്നെയാണ്. അവിടത്തെ അതേ അനന്തരാവകാശികളായിട്ടുള്ള ഉലമാണ്, ഔലിയാണ്. ഈ ദീനിന്റെ നിലനിൽപ്പ് എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ? മുർസലീങ്ങൾ കഴിഞ്ഞാൽ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ടാകുന്നത്, ഈ ദീനിനെ നടത്തുന്നത് ഉലമാണ്. മുഅ്മിനീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിഅമത്ത്, ഈ നിഅമത്തിനെ കുറിച്ച് നമ്മോട് ചോദ്യമുണ്ട്. ആ ചോദ്യം നമുക്ക് വരുന്നതിന് മുമ്പ് നാം തന്നെ നമ്മുടെ ശരീരങ്ങളെ ഹിസാബ് എടുക്കേണ്ടതുണ്ട്. അതല്ലേ മഹാന്മാർ പറഞ്ഞു തന്നത്, വഇന്നമാ യഖിഫുൽ ഹിസാബു ഫിൽ ആഖിറ അലാ മൻ ഹാസബ നഫ്സഹു ഫിദ്ദുനിയാ. ആഖിറത്തിലുള്ള ഹിസാബുകൾ കുറഞ്ഞു കിട്ടണോ എങ്കിൽ രാത്രിയൊന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഓ മുഅ്മിനീങ്ങളെ, സ്വന്തം ശരീരങ്ങളെ ഒന്ന് വിചാരണ ചെയ്യൂ. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിനെ ഒന്ന് ഹിസാബ് ചെയ്യണം. ഹാസിബു ഖബ്ല അൻ തുഹാസബു. ആഖിറത്തിലുള്ള ഹിസാബിൽ നിന്ന് രക്ഷപ്പെടാനാണത്. എന്താണ് ഹിസാബ് ചെയ്യേണ്ടത്? ഇന്ന് എത്ര ആളുകളെ ഗീബത്ത് പറഞ്ഞു, എത്ര ആളുകളെ മനസ്സ് വേദനിപ്പിച്ചു, എത്ര ആളുകളുടെ ശരീരം വേദനിപ്പിച്ചു. ഇന്നെന്തുകൊണ്ട് എനിക്ക് സുബഹിന്റെ റവാത്തിബ് നഷ്ടപ്പെട്ടു? ഇന്നെന്തേ സുബഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു? ഇന്നെന്തുകൊണ്ടാണ് ളുഹാ നഷ്ടപ്പെട്ടത്? സുബഹി നേരത്ത് ഓതേണ്ട യാസീൻ, അതേ എല്ലാ മനുഷ്യന്റെയും അതേ ഈമാനിനെ പ്രകാശിപ്പിക്കുന്ന, ഈമാനിനെ ശക്തി കൂട്ടുന്ന യാസീൻ എനിക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? എനിക്ക് ഇന്നെന്തുകൊണ്ട് ളുഹുരിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു? അതിന്റെ റവാത്തിബുകൾ നഷ്ടപ്പെട്ടു. ഓ മുഅ്മിനീങ്ങളെ, നന്മകൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, തിന്മകൾ ജീവിതത്തിൽ ഉണ്ടായതിന്റെ പേരിൽ സ്വന്തം ശരീരങ്ങളെ ഹിസാബ് ചെയ്യലുണ്ടല്ലോ.
അത് നമ്മുടെ ശരീരങ്ങളെ നന്നാക്കിയെടുക്കും കേട്ടോ. മഹാനായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ദുനിയാവിൽ ആഖിറത്തിലേക്കുള്ള സമ്പാദനകൾ ചെയ്യാതെ അതേ സ്വർഗം ആവശ്യപ്പെടലുണ്ടല്ലോ. ത്വലബുൽ ജന്നതി ബിലാ അമലിൻ ദംബും മിനദ്ദുനൂബ്. അമലുകളില്ല, ഹിസാബുകളില്ല, തെറ്റുകളെ കൊണ്ട് നിറഞ്ഞ ജീവിതവുമായി പടച്ച റബ്ബിന്റെ മുമ്പിൽ കൈയുയർത്തി പ്രാർത്ഥിക്കുകയാണ് മനുഷ്യൻ. നിസ്കാരമില്ല, സുബ്ഹാനല്ലാഹ്, നോമ്പുകളില്ല, ദിക്റുകളില്ല, വഅദ് മജ്ലിസുകളില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ സ്വർഗം തേടുന്നു മനുഷ്യൻ. ഓ മുഅ്മിനീങ്ങളെ, ഈ പ്രാർത്ഥനയും തെറ്റായി പോകുമെന്നാണ് മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു പറയുന്നത്. വന്തിദാറു ശഫാഅതി ബിലാ സബബിൻ നഉം മിനൽ ഗുറൂർ. ഒരു കാരണവുമില്ലാതെ നബി തങ്ങൾ ശഫാഅത്ത് ചെയ്യുമെന്നോ എന്റെ ആലിമീങ്ങൾ ശഫാഅത്ത് ചെയ്യുമെന്നോ ദീനുമായി ഒരു കൂറുമില്ലാത്ത മനുഷ്യൻ ആഗ്രഹിക്കലുണ്ടല്ലോ. ഈ ആഗ്രഹം തെറ്റാണ് കേട്ടോ. ഈ ആഗ്രഹം വഞ്ചനയിൽ വീഴ്ത്തുന്ന ആഗ്രഹങ്ങളാണ്. വറജാഉ റഹ്മതി മൻ ലാ യുതാഉ ജഹ്ലുൻ വഹംഖുൻ. സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബിനെ അനുസരിക്കാതെ അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കലുണ്ടല്ലോ. അത് ശരിക്കും വിവരക്കേടാണ്. അതുകൊണ്ട് നമുക്കൊരു ബോധം വേണം. നമുക്ക് തന്ന നിഅമത്തുകളെ കുറിച്ചുള്ള ബോധം വേണം. ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധം വേണം. ഏറ്റവും വലിയ നിഅമത്താകുന്ന ഈ ലോകം തന്നെ നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ പോലും കൊടുക്കാൻ പറ്റാത്ത, ഞങ്ങളാരും കൊടുക്കാത്ത ഈമാനുണ്ടല്ലോ. ആ ഈമാൻ കിട്ടാൻ കാരണമായ വ്യക്തിയുണ്ടല്ലോ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം മുഅ്മിനീങ്ങളെ. ഖുർആൻ അത് നമ്മോട് ശക്തിയായ ഭാഷയിൽ പറയുന്നു, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അന്നഈമാകുന്ന നബിതങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. മുഅ്മിനീങ്ങളെ, ഈ കിട്ടിയ നിഅമത്തിന് എങ്ങനെയാണ് അങ്ങോട്ട് കൊടുക്കുക? നമ്മുടെ ഭാഗത്തിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശുക്ർ പറയുക? അത് നബി തങ്ങൾ നമ്മോട് അതേ റിക്വസ്റ്റ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ഏതാണത്? ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ നടത്തിയ പ്രബോധനങ്ങളില്ലേ, ഞാൻ നടത്തിയ തബ്ലീഗുകളില്ലേ, നിങ്ങൾക്ക് ദീനെത്തി തന്നില്ലേ ഞാൻ? ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാക്കി വെച്ച് പോയി. ഏത്? താജ്മഹൽ അല്ല, ഗോൽ ഗുംബസ് അല്ല, ഖുത്ബ് മിനാറുകളല്ല. മദീനയൊന്ന് പോയി നോക്കൂ. അവിടെ കാണുന്നത് നബിതങ്ങളുടെ പച്ചക്കുബ്ബ മാത്രമാണ്. അത് നബിതങ്ങളുടെ പിന്നെ വന്ന ആളുകൾ താദീമിന് വേണ്ടി കെട്ടിയതാണ്. നബിതങ്ങൾ എന്ത് ബാക്കി വെച്ചു എന്ന് ചോദിച്ചാൽ, ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ ബൽ വറസുൽ ഇൽമാ. ഈ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങളെ സംരക്ഷിക്കാൻ, അവരുടെ ഈമാനിന്റെ സലാമത്തിന് വേണ്ടി നബിതങ്ങൾ എടുത്ത ഏറ്റവും വലിയ ദൗത്യമേതാണ്? അവരുടെ ഈമാനിന്റെ ഏറ്റവും വലിയ സംരക്ഷകനായ ഇൽമിന്റെ സേവനയാണ്. 1,24,000 വരുന്ന സ്വഹാബത്തിനെ മുമ്പിലിരുത്തി ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബാ. ഇവിടെ എന്റെ ഇൽമുകൾ കേട്ട ഓരോ സ്വഹാബത്തും കേൾക്കാത്ത ആളുകൾക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞപ്പോ ഈ ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് അവരെത്തിപ്പെട്ടു. നാട് വിട്ടു, ഭക്ഷണം വിട്ടു, വസ്ത്രങ്ങൾ വിട്ടു, കുടുംബം വിട്ടു. ഉള്ള ഒരു ജോഡി വസ്ത്രവുമായി പല നാടുകളിലേക്ക് യാത്ര ചെയ്ത സ്വഹാബത്ത് ഇന്ന് 200 കോടിയിലധികം മുസ്ലിമീങ്ങളെ സൃഷ്ടിച്ചു. ഓ മുഅ്മിനീങ്ങളെ, നബിതങ്ങൾ ചെയ്ത ഇത്രയും വലിയ സേവനം അത് ചെറിയ സേവനമൊന്നുമല്ല. 23 കൊല്ലം നബിതങ്ങൾ ഈ ദീനിലേക്ക് അധ്വാനിച്ചപ്പോൾ ഉണ്ടായതെന്താണ്? അതിൻ്റെ ഇടയിലുണ്ടായതെന്താണ്? വല്ലാത്ത പ്രയാസങ്ങളാണ്. ചെറിയ പ്രയാസങ്ങളല്ല മുഅ്മിനീങ്ങളെ. നമുക്കാർക്കും അതുപോലെയുള്ള പ്രയാസം ജീവിതത്തിൽ ഒരു ദിവസം പോലും
പോലും വന്നിട്ടുണ്ടാകൂല. നബി തങ്ങളുടെ പ്രയാസത്തെ കുറിച്ച് സുബ്ഹാനല്ലാഹ് താരീഖുകൾ പറയുന്നുണ്ട്. ശൈബ് അബീ ത്വാലിബിൽ മക്കയുടെ മുശ്രിക്കീങ്ങൾ നബി തങ്ങൾക്ക് ഭക്ഷണങ്ങൾ ഹറാമാക്കി, പാനീയങ്ങൾ ഹറാമാക്കി. സുബ്ഹാനല്ലാഹ് മാർക്കറ്റുകൾ ബാൻ ചെയ്തു. ഇനി മുഹമ്മദിന്റെയും അസ്ഹാബിന്റെയും ആളുകൾക്ക് ഒരു വസ്തു വിൽക്കാൻ പാടില്ല, അവരിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വസ്തു വാങ്ങാൻ പാടില്ല. കഅബയുടെ കില്ലയിൽ പോയി സുബ്ഹാനല്ലാഹ് കഅബയുടെ വാതിലിന്റെ അടുത്ത് ഒരു നോട്ടീസ് ഇട്ടു. ഇനി അവരുമായി ഒരു ബന്ധവുമില്ല. സ്വഹാബത്തും നബി തങ്ങൾ പോയി എത്തിപ്പെട്ടത് ഖദീജ ബീവിയും കൂടെയുണ്ട് ശൈബ് അബീ ത്വാലിബിലേക്കാണ്. പോയി 3 കൊല്ലം അവിടെ ജീവിച്ചു. ആ ജീവിതത്തിന്റെ ചരിത്രം സഅദ് ഇബ്നു അബീ വഖാസ് പറയുന്നുണ്ട്. 3 കൊല്ലം സ്വഹാബത്തും നബി തങ്ങൾ കഴിച്ചത് നല്ല ഭക്ഷണമല്ല, ഹുബൂസുകളോ മയോനീസുകളല്ല, മരത്തിന്റെ പച്ചയിലകളാണ്. സ്വഹാബത്തിന്റെ അതേ പലരുടെയും നാവിന്റെ ടേസ്റ്റുകൾ നഷ്ടപ്പെട്ടില്ലേ? സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞില്ലേ, നമ്മിൽ പലരുടെയും മോഷൻ പല സ്ഥലത്തും കാണാറുണ്ട്. ആ മോഷൻ ആടിന്റെ മോഷനെ പോലെയുണ്ടായിരുന്നു. ഓ മുഅ്മിനീങ്ങളെ, പച്ചയില കഴിച്ചവന്റെ മോശൻ എത്രയല്ലേ ഉണ്ടാകുള്ളൂ. ഈ സ്വഹാബത്തും സുബ്ഹാനല്ലാഹ് നബി തങ്ങൾ പ്രയാസപ്പെട്ട് ജീവിതം നയിക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് നബി തങ്ങളെ ഏറ്റവും കൂടുതൽ താങ്ങിയത്. അതുകൊണ്ട് ചരിത്രത്തിൽ ഒരു ഉമ്മക്കും കിട്ടാത്ത ഏറ്റവും വലിയ സ്ഥാനം നബി തങ്ങളുടെ പ്രിയ പത്നിയായ ഖദീജ ബീവിക്കുണ്ട്. ഖദീജ ബീവിയോട് നബി തങ്ങൾ ടെൻഷൻ പറഞ്ഞപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സമാധാനപ്പെടുത്തി പറഞ്ഞു, എന്റെ എല്ലാ സമ്പത്തുകളും തങ്ങൾക്കാണ്. കൊണ്ടുവന്ന് നബി തങ്ങളെ മുമ്പിലിട്ടു. എന്തും നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് സാക്ഷിയാണ്. മുമ്പിൽ നിന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പറയുന്നുണ്ട്, അന്ന് ഖദീജ ബീവിയുടെ മാലുണ്ടല്ലോ, മുതലുണ്ടല്ലോ, നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടപ്പോൾ അപ്പുറത്തുള്ള സ്വഹാബത്തിനെ കാണാറില്ല. മല പോലെ ആ സമ്പത്തുകൾ നീണ്ടു നിന്നു. ഓ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞില്ലേ, വവജദക ആയിലൻ ഫഅഗ്നാ, ഒന്നുമില്ലാത്ത കാലത്തിൽ നിന്ന് നല്ല ഉള്ള കാലത്തിലേക്ക് എത്തിച്ചവനാണ് അല്ലാഹ്. ആ ഉള്ള കാലം ഏതാണ്? ഖദീജ ബീവിയുടെ സമ്പത്ത് സമ്പൂർണമായി ദീനിലേക്ക് ചെലവഴിക്കപ്പെട്ട കാലമാണ്. ഖദീജ ബീവിയുടെ കുടുംബക്കാർ വിളിച്ചില്ലേ, ഇത്രയും നല്ല അന്തസ്സുള്ള സ്ത്രീയായ നീ, നല്ല കുടുംബവും നല്ല തറവാടും നല്ല പണവുമുള്ള സ്ത്രീയായ നീ, എന്തിനു വേണ്ടി ഇനിയും മുഹമ്മദിന്റെ കൂടെ നിൽക്കണം? ഈ ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് ഇനിയും കുടിക്കാനാണോ? സുബ്ഹാനല്ലാഹ്, ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ കുടുംബക്കാരോട് ഞാൻ വരില്ല, നബി തങ്ങളോട് കൂടെ നിന്ന് നബി തങ്ങളെ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിച്ച മഹദിയാണ്. ആ മഹദിയുടെ മരണം ഈ 3 കൊല്ലത്തിന്റെ ജീവിത കാരണം കൊണ്ടുണ്ടായെന്നും പറയുന്നുണ്ട്. ആ 3 കൊല്ലത്തിന്റെ ജീവിതം അത്രയും പ്രയാസപ്പെട്ടത് കൊണ്ട്, ഖദീജ ബീവിക്ക് വേണ്ടതുപോലെ ഭക്ഷണങ്ങൾ ലഭ്യമാകാത്തത് കൊണ്ട് മഹദിയവർക്ക് മരണരോഗം വന്നു. ആ രോഗത്തിൽ മഹദിയവർ മരണപ്പെട്ടു. അല്ലാഹു ആ ഉമ്മയോട് കൂടെ നമ്മയ്ക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. മുഅ്മിനീങ്ങളെ, പ്രയാസങ്ങളുടെ മേലിൽ പ്രയാസം. ത്വായിഫിലേക്ക് പോയി. ത്വായിഫിലേക്ക് പോയപ്പോൾ കിലോമീറ്റർ അകലെ അവിടെയുള്ള ചില പോക്രികൾ ഓടിപ്പിച്ചു നബി തങ്ങളെ. ഓടിച്ച് കല്ലെറിഞ്ഞു. അവിടത്തെ കാലിൽ രക്തം വരാൻ തുടങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയെ, ഒരു അനുമതി നമുക്ക് നൽകുകയാണെങ്കിൽ, അതേ സുബ്ഹാനല്ലാഹ്, ഒരു സമ്മതി നൽകുകയാണെങ്കിൽ നബിയെ, ഈ ത്വായിഫിന്റെ ആളുകളെ ഞങ്ങൾ നശിപ്പിച്ചു കളയാം. സുബ്ഹാനല്ലാഹ്, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇത് കാരണമായി ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നമല്ല. അതാണ് ഏറ്റവും നല്ല ഗുണം. വഅഫു അമ്മൻ ളലമക്,
അക്രമിച്ച ആളുകൾക്കൊക്കെ മാപ്പ് കൊടുക്കുക. ഇന്ന് ഇല്ലാതായ ഗുണവും കൂടിയാണ്. നമ്മെ കുറിച്ച് ഒരാൾ പറഞ്ഞു എന്ന് കണ്ടാൽ, അത് നമുക്ക് ദഹിക്കാൻ പറ്റാത്തതെന്ന് കണ്ടാൽ, പിന്നെ അയാളോട് എക്കാലത്തേക്കുള്ള ദ്വേഷമുണ്ടായി, പിന്നെ അയാളോട് എക്കാലത്തേക്കുള്ള വെറുപ്പുകൾ നമുക്ക് വന്നുപോയി. അല്ലാഹു നമ്മെ കാക്കട്ടെ. കല്ലെറിഞ്ഞ് ഓടിച്ചവർ, ഭ്രാന്തനെന്ന് വിളിച്ചവർ, നബിതങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്തവർ, വെള്ളം കൊടുക്കാത്തവർ, ഭക്ഷണം ഹറാമാക്കിയവർ, എല്ലാവർക്കും നബിതങ്ങൾ മാപ്പ് കൊടുത്തു. വല്ലാത്ത പ്രയാസത്തിന്റെ റിസാലത്തിന്റെ തബ്ലീഗ് നടത്തി. എന്നിട്ടോ നബിതങ്ങൾ നമ്മോട് പറയുന്നൊരു വാക്കുണ്ട്, ഖുർആൻ അത് നമ്മോട് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രയാസത്തിന്റെ പേരിൽ നിങ്ങളുടെ ഭാഗത്തിൽ നിന്നൊരു ശമ്പളവും ഞാൻ ചോദിക്കുന്നില്ല, ഒരു സമ്പത്തും ഞാൻ ചോദിക്കുന്നില്ല. ഒറ്റ ഒരു കാര്യമേ നിങ്ങളിൽ നിന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബക്കാരെ ഒന്ന് സ്നേഹിക്കുക. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിലേക്കും സുബ്ഹാനല്ലാഹ് കർണാടകത്തിലേക്ക് മാത്രമല്ല, കേരളത്തിലേക്ക് മാത്രമല്ല, ഇന്ന് ലോകത്തൊട്ടാകെ സുബ്ഹാനല്ലാഹ് ഇവിടെയുള്ള ആലിമീങ്ങളും കേരളത്തിലുള്ള ആലിമീങ്ങൾ ഇന്ന് ലോകത്തെമ്പാടും പറന്ന് ദഅവത്ത് നടത്തുന്നുണ്ട്. ആ എല്ലാ ദഅവത്തിന്റെയും ക്രെഡിറ്റ് ആരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ 60 കൊല്ലം ജീവിതം നയിച്ച, 6 പതിറ്റാണ്ടുകൾ ജീവിച്ച് മനുഷ്യരുടെ മനസ്സുകളിൽ വല്ലാത്ത സ്ഥാനമുണ്ടാക്കി തീർത്ത താജുൽ ഉലമാ, അവിടുത്തെ ഹളറത്തിലേക്കാണ് ഓരോ നന്മകളുടെ ക്രെഡിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ആ ക്രെഡിറ്റ് വന്നു? താജുൽ ഉലമാ നമുക്ക് എന്തുകൊണ്ട് മാതൃകയായി? ഒന്നാമത്തെ മാതൃകയാണ് മുഅ്മിനീങ്ങളെ, ദീർഘകാലം ഈ ഇൽമിന്റെ, ഈ ദീനിന്റെ റൂഹുണ്ടല്ലോ, ആ റൂഹാണ് ഇൽമു. ആ ഇൽമിനെ കുറെ കാലം പഠിച്ചു, ഇൽമു കുറെ കാലം പഠിച്ചു എന്നുള്ളതാണ് താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഏറ്റവും വലിയ മഹത്വം. ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ മഹാന്മാരും അങ്ങനെ തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, പലപ്പോഴും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പറും അവിടുത്തെ വീടുമുണ്ട്, ആ വീടിന്റെ ഇടയിൽ ബോധം കെട്ടി വീഴാറുണ്ട്. എന്തിന്റെ പേരിൽ? ഇൽമു പഠിച്ച് സുബ്ഹാനല്ലാഹ് ഭക്ഷണം ലഭ്യമാകാതെ, അവസാനം വിശപ്പ് സഹിക്കാൻ കഴിയാതെ എന്റെ ബോധം പോകാറുണ്ട്. അപ്പോഴൊക്കെ എന്റെ കൈ പിടിച്ച് എനിക്ക് പാല് കുടിപ്പിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇൽമിന് വലിയ മഹത്വം സ്വഹാബത്ത് നൽകി, പിന്നെയുള്ള മഹാന്മാർ നൽകി. സാദാത്തിന്റെ പാരമ്പര്യം ഒന്ന് എടുത്തു നോക്കൂ, അതിലേറ്റവും വലിയ പ്രഗൽഭനല്ലേ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുന്ന് പഠിച്ചത് എത്രയാണ്? 50 കൊല്ലം ഇൽമു പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചില്ലേ? മഹാനവറുകൾ തന്നെ പറഞ്ഞില്ലേ, ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബാ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. 50 കൊല്ലം ദീർഘകാലം ഞാൻ ഇൽമു പഠിച്ചു ഞാൻ ഖുതുബായിത്തീരുന്നു. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഔലിയാക്കളിൽ ഞാൻ ഒരാളായിത്തീരുന്നു. എന്നിട്ടോ വല്ലാത്ത വിജയം പടച്ച റബ്ബിന്റെ ഭാഗത്തിൽ എനിക്ക് ലഭ്യമായി. ഓ മുഅ്മിനീങ്ങളെ, കഴിഞ്ഞുപോയ സർവമഹാന്മാരും സ്വീകരിച്ച വഴിയാണ് ഇൽമാകുന്ന അധ്വാനത്തിന്റെ വഴി. നിങ്ങൾ നോക്കൂ, ഇൽമില്ലാതെയുണ്ടോ നമുക്ക് ഉളുവെടുക്കാൻ കഴിയുക, നിസ്കരിക്കാൻ കഴിയുക, നോമ്പ് നോൽക്കാൻ കഴിയുക, സമ്പത്തുള്ളവന് സക്കാത്ത് കൊടുക്കാൻ കഴിയുക? ഇൽമില്ലാത്തവനത് കഴിയുമോ മുഅ്മിനീങ്ങളെ? നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാകുമോ? കുളിച്ചാൽ കുളി സ്വഹീഹാകുമോ? നജസ് നീക്കിയാൽ ആ നീക്കൽ സ്വഹീഹാകുമോ? ആ സ്വഹീഹാകാതെയുള്ള നിസ്കാരത്തിന് പ്രതിഫലമുണ്ടോ? അതിന്റെ പകരം ശിക്ഷയല്ലേ മുഅ്മിനീങ്ങളെ? നജസ് നീക്കിയിട്ട് സുബ്ഹാനല്ലാഹ് വേണ്ടതുപോലെ നീക്കിയില്ല എന്ന് കണ്ടാൽ വെള്ളം വഹിച്ച് സുബ്ഹാനല്ലാഹ് അതിന്റെ ഐൻ നജസ് സമ്പൂർണമായി
വൃത്തിയാക്കിയതിന്റെ ശേഷം പിന്നെ പൂർണ്ണമായി അവിടെ വെള്ളമിട്ട് വൃത്തിയാക്കിയതിന്റെ ശേഷമേ അവിടെ നിസ്കരിക്കാൻ പറ്റും. വെറും അതേ ടവൽ കൊണ്ട് എടുത്തത് കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല. അവിടെ മനമുണ്ടോ? നിസ്കരിക്കാൻ പറ്റൂല. അതിനെ വെള്ളം കൊണ്ട് ആദ്യമായി സമ്പൂർണമായി നജസിനെ നീക്കുകയും എന്നിട്ട് വെള്ളം കൊണ്ട് വൃത്തിയാക്കുകയും ചെയ്തതിന്റെ ശേഷമേ അവിടെ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. ടവൽ കൊണ്ട് നീക്കി പിന്നെ അതേ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് പ്രതിഫലമല്ല ഉണ്ടാവുക, ശിക്ഷയാണ്. സുബ്ഹാനല്ലാഹ്, വലിയ അശുദ്ധികൾ ഉണ്ടാകാറില്ലേ? അത് പല നിലക്കും ഉണ്ടാകാറില്ലേ? ഉണ്ടായാലോ നമ്മുടെ വീട്ടിലുള്ള സുബ്ഹാനല്ലാഹ് കുളിമുറിയിലുള്ള സ്ഥലത്തിലേക്ക് പോയി അവിടെ വെള്ളമിട്ട പാത്രയിലേക്ക് കൈയിട്ടാലോ, നീയത്തോടുകൂടെ കൈയിട്ടാലോ വെള്ളം മുസ്താമലായി പോയില്ലേ? ഇനിയോ ആ നീയത്തില്ലാതെ തന്നെ വെള്ളം എടുത്താൽ ഇനി കുളിക്കുന്ന സമയത്ത് നീയത്ത് വെച്ച് കുളിക്കുമ്പോൾ ആ കുളിയുടെ വെള്ളം ആ പാത്രയിലേക്ക് വീണാലോ അവിടെയും ആ വെള്ളം മുസ്താമലായില്ലേ? പിന്നെ ആ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റുമോ? അതേ സമയത്ത് ഷവറുള്ള വീട്ടിൽ പ്രശ്നമല്ല. ഷവറുള്ള വീട്ടിലാണെങ്കിൽ നീയത്ത് വെച്ച് തല കാണിച്ചാൽ മതി, ശരീരം മുഴുവനുമായി വെള്ളം എത്തിയാൽ മതി, ആ കുളി ശരിയാകും. അതേ സമയത്ത് കുളിപാത്രകൾ വെച്ചുകൊണ്ട് കുളിക്കുന്ന കുളികളുണ്ടല്ലോ, അവിടെ ശ്രദ്ധിക്കേണ്ട മസ്അലകളുണ്ട്. ഇൽമില്ലാത്ത ആള് ഈ വലിയ കുളി കുളിച്ചാൽ, ആ മുസ്തഅമലായ വെള്ളം കൊണ്ട് കുളിച്ചാൽ അവന്റെ കുളി സ്വഹീഹ് അല്ല. കുളി സ്വഹീഹാകാതെയുള്ള നിസ്കാരങ്ങളുണ്ടല്ലോ, ഓരോ നിസ്കാരങ്ങളും ഹറാമാണ്. അവന്റെ ഇത്തികാഫ് ഹറാമാണ്, അവന്റെ ഖുർആൻ ഓത്ത് ഹറാമാണ്, ഖുർആൻ തൊടലും ഹറാമാണ്. മുഅ്മിനീങ്ങളെ, ഇൽമില്ലാതെയുണ്ടോ ഒളുവെടുക്കാൻ കഴിയുക? കൈ കഴുകുമ്പോൾ സുബ്ഹാനല്ലാഹ് പകുതി കഴുകിയാൽ മതിയോ? നമ്മുടെ മണികണ്ഠ് വരെ എത്തണ്ടേ വെള്ളം? അവിടെ തേച്ച് കഴുകണ്ടേ? വെള്ളം എത്താതിരുന്നാലോ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? കാല് കഴുകുമ്പോഴും ശ്രദ്ധിക്കണ്ടേ? തല തടകുമ്പോഴും ശ്രദ്ധിക്കണ്ടേ? മുഖം കഴുകുമ്പോഴും ശ്രദ്ധിക്കണ്ടേ? എത്തേണ്ട ഭാഗത്തിലേക്ക് വെള്ളം എത്തിയില്ല എന്ന് കണ്ടാൽ ഉളുവെടുത്ത് നിസ്കരിച്ചു എന്നുള്ളത് ലേബലിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. പടച്ച റബ്ബിന്റെ മുമ്പിൽ ആ നിസ്കാരമല്ല. അതുകൊണ്ട് ഇൽമ പഠിക്കണം. പഠിച്ച ആളുകളൊക്കെ നന്നായി പഠിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കളായി തീർന്നു, വിലായത്തിന്റെ സ്ഥാനത്തിലേക്ക് എത്തി. മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് ഏറ്റവും വലിയ അനിവാര്യം ഭൗതിക വിദ്യാഭ്യാസങ്ങളല്ല, MBBS അല്ല, BEdകളല്ല, MBAകളല്ല, MCOMകളല്ല. അതൊരു സൈഡിൽ ദുനിയാവിനെ ഉണ്ടാക്കാനും ദുനിയാവിനെ സമ്പാദിക്കാനാണ്. അത് ഈ ദുനിയാവ് കഴിയലോടുകൂടെ ആ സർട്ടിഫിക്കറ്റ് പിന്നെ ഒന്നിലേക്കും ആവശ്യമില്ല. MEയുടെ സർട്ടിഫിക്കറ്റ് ഖബറിൽ ചോദിക്കൂല, MCOMന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കൂല. ഇത് ഞാൻ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഉത്സാഹപ്പെടുത്തലല്ല, അതൊക്കെ ദുനിയാവിന്റെ സെറ്റപ്പുകൾക്കുള്ള വിദ്യാഭ്യാസങ്ങളാണ്. ഇത് തീരലോടുകൂടെ തീർന്നുപോയി. അതേ സമയത്തിൽ ആഖിറത്തിലേക്കുള്ള വിദ്യാഭ്യാസം ഏതാണ്? ഖബറിൽ ഉപകാരം കിട്ടുന്ന വിദ്യാഭ്യാസം ഏതാണ്? ഉളു എങ്ങനെ എടുക്കണമെന്ന് പഠിച്ചിട്ടുണ്ടോ? നിസ്കാരം എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിച്ചിട്ടുണ്ടോ? ആ ഇൽമുകൾ ഇവിടെ തീർന്നു പോകലോടുകൂടെ തീർന്നില്ല. അതിന്റെ സർട്ടിഫിക്കറ്റ് ഖബറിലുണ്ട്. അവിടെ രക്ഷപ്പെടാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിസ്കാരത്തിലുള്ള ഫാത്തിഹകൾ മര്യാദയ്ക്ക് ഓതാൻ കഴിയാതിരുന്നാലോ എന്റെ മകൻ ഹാഫിളായിട്ട് എന്ത് കാര്യമാ? എന്റെ മകൻ ആലിമായിട്ട് എന്ത് കാര്യമാ? സ്വന്തം നിനക്ക് ഫാത്തിഹ മഖ്റജോടെ ഓതാൻ കഴിയുമോ? അത്തഹിയാത്ത് ഓതാൻ കഴിയുമോ? ശദ്ദിടേണ്ടടുത്ത് ശദ്ദില്ലാതെ വായിച്ചാലോ? ഫാത്തിഹയുടെ 154 അക്ഷരങ്ങളിൽ നിന്ന് ഒരക്ഷരം പോയി. ഒരക്ഷരം പോകലോടുകൂടെ ആ ഫാത്തിഹമായില്ല. അല്ലാഹു ഉച്ചരിക്കേണ്ട സ്ഥലത്ത് അല്ലാഹു ഉച്ചരിച്ചാലോ ഫാത്തിഹമായില്ല. ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നമുക്ക് സ്വന്തം പഠിക്കൽ നിർബന്ധമായ പഠനങ്ങളുണ്ട്. ഈ പഠനങ്ങൾ വൈവാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി, ഭൗതികമായ ഉന്നതികൾ നേടാൻ വേണ്ടി നമ്മുടെ മക്കളെ ഖുർആൻ ശരിയുണ്ടെന്നോ നോക്കാതെ, അവരുടെ വുദു ശരിയുണ്ടോ എന്ന് നോക്കാതെ, അവരുടെ നിസ്കാരം ശരിയുണ്ടോ എന്ന് നോക്കാതെ, പെണ്ണുകുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി കലാലയങ്ങൾക്ക് അയക്കുന്ന പേരൻസുകളില്ലേ, മാതാപിതാക്കളില്ലേ? ഓ മുഅ്മിനീങ്ങളെ, നാളെ ആഖിറത്തിൽ ചിലപ്പോൾ ഞങ്ങൾ രക്ഷപ്പെടേണ്ടി വന്നാലും അവര് കാരണമായി ഞങ്ങൾ രക്ഷപ്പെടൂല.
അവർ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന മക്കളായിത്തീരും. അതുകൊണ്ട് ധാർമ്മിക വിദ്യാഭ്യാസം അത് ഏറ്റവും മസ്റ്റാണ്, ഷുഡാണ്, വാജിബാണ്, നിർബന്ധമാണ്, ഫർളൈനാണ്. ഒരാൾ പഠിച്ചാൽ മതിയാകൂല, ഓരോരുത്തരും പഠിച്ചു വേണം. ഫർള് കിഫായായ ചില വിദ്യാഭ്യാസങ്ങളുണ്ട്, അതതിൻ്റെ ആളുകൾ പഠിച്ചാൽ മതി, എല്ലാവരും പഠിക്കണമെന്നില്ല. അതേ സമയത്തിൽ ഫർളൈനായ വുളൂകളില്ലേ, നിസ്കാരങ്ങളില്ലേ, നോമ്പുകളില്ലേ, ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ കുളികളില്ലേ, ഇത് അവനവൻ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ഫാത്തിഹ അവനവൻ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. പള്ളിയുടെ മൗലാരിന് ഫാത്തിഹ ഓതാൻ അറിയുന്നുണ്ട് എന്നതുകൊണ്ട് കാര്യമായില്ല. നിനക്കും അറിഞ്ഞാലേ ജുമാ സഹീഹാകുള്ളൂ. 40 ആള് കൊണ്ട് ജുമാ നിർത്തപ്പെട്ട മഹല്ലാണെങ്കിലോ മുഅ്മിനീങ്ങളെ, അവിടെ 40 ആളുകളും അതേ കൃത്യമായി മഖ്റജയോടെ ഫാത്തിഹ ഓതുന്ന ആളുകളാകണ്ടേ. അവിടെ അതേ ഫാത്തിഹ നന്നായി അറിയുന്ന ആളുകളാകണ്ടേ. ഇതൊന്നുമില്ലാതെ എത്ര വലിയ സമ്മേളനം നടത്തിയാലും, എത്ര വലിയ ദിക്ർ മജ്ലിസ് നടത്തിയാലും പടച്ച റബ്ബിന്റെ മുമ്പിൽ അതൊന്നും വില പോകൂല. അത് ഫർള് വൈവാക്കി സുന്നത്തെടുത്തതുപോലെയാകും. അതിനാരും സമ്മതിക്കൂല, അല്ലാഹു പൊരുത്തപ്പെടൂല. അല്ലാഹു നമ്മയൊക്കെ കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ദീർഘകാലം ഇൽമിനെ പഠിച്ചു മഹാനായ താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കഷ്ടപ്പെട്ട് പഠിച്ചു, നന്നായി അധ്വാനിച്ചു പഠിച്ചു. നമ്മുടെ ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ പഠിച്ചു അവസാനം ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ബിരുദം വാങ്ങി പുറത്തു വരുമ്പോൾ 1ാം റാങ്ക്കാരനായിട്ടാണ് മഹാനായ തങ്ങളവറുകൾ വരുന്നത്. എത്ര വലിയ വിദ്യാഭ്യാസമുണ്ടെന്ന് മനസ്സിലാക്കണം. തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥം, പ്രയാസപ്പെട്ട ഗ്രന്ഥം, കാണാതെ വായിച്ചു കൊടുക്കുന്ന ഒരു മഹാൻ ഈ അടുത്ത കാലത്ത് ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മഹാനായ താജുൽ ഉലമാഇയാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ, അവിടുത്തെ മദദ് നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ഇൽമ് എന്ന സാധനമുണ്ടല്ലോ, എന്നേക്കും ബാക്കിയാകുന്ന സാധനമാണ്. അതിൻ്റെ അത്ര വലിയ മഹത്വം ലോകത്തിൽ അല്ലാഹു മറ്റൊന്നിന് വെച്ചിട്ടില്ല. ശരീരത്തിന് എന്തുകൊണ്ടാണ് മഹത്വം? റൂഹുള്ളത് കൊണ്ടല്ലേ. എങ്കിൽ നമ്മുടെ ദീനിന് മഹത്വം വേണമെങ്കിൽ ആ ദീന് ഇൽമുള്ള ദീനായിട്ട് വേണം. ഇൽമില്ലാത്ത ദീനിനൊരു മഹത്വവുമില്ല. റൂഹില്ലാത്ത ശരീരത്തിന് മഹത്വമില്ലാത്തതുപോലെ അതിന് പിന്നെ മനുഷ്യന്മാർ ജഡമായിട്ടാണ് കാണല്. പിന്നെ അവന്റെ പേര് പോലും പറയാറില്ല, മയ്യിത്ത് നാ പറയല്. ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ ഇൽമില്ലാതെയായാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമിന് നൽകിയ മഹത്വത്തിന് ഒറ്റൊരു സംഭവം മതി. അവിടത്തെ പ്രിയപുത്രിയായ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ, ആ ഏറ്റവും നല്ല മോള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ സ്നേഹമുള്ള മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു കൊടുത്തത് ആർക്കാണ്? അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിന്റെ കവാടം അലി ഇബ്നു അബീ ത്വാലിബാണ്. അലി ഇബ്നു അബീ ത്വാലിബിന് കെട്ടിച്ചു കൊടുത്തു. സമ്പത്ത് നോക്കിയിട്ടല്ല, പിന്നെന്തിനാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമു കണ്ടിട്ടാണ്. അതേ അലി ഇബ്നു അബീ ത്വാലിബിന് കെട്ടിച്ചു കൊടുക്കുമ്പോൾ അതേ ഭാര്യയായി വരുന്ന ഫാത്തിമ ബീവിക്ക് മഹർ കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകം കൊടുത്തു. എന്നിട്ട് അതിന്റെ മുകളിൽ അതേ പുല്ലുകൾ വെച്ച് ആ പുല്ലുകളെ കച്ചവടം ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ കൽപ്പിച്ചു. എന്നിട്ട് ആ കച്ചവടം ചെയ്ത് കിട്ടിയ സമ്പാദ്യമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിക്ക് മഹറായി കൊടുത്തത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയാറുണ്ട്, ഇൽമിന്റെ മഹത്വം പറഞ്ഞ് പറയാറുണ്ട്, റദീനാ ഖിസ്മത്തൽ ജബ്ബാരി ഫീനാ ലനാ ഇൽമുൻ വലിൽ അഅദാഇ മാലു ഫഇന്നൽ മാല യഫ്നാ അൻ ഖരീബി വഇന്നൽ ഇൽമ യബ്ഖാ ലാ യസൂലു. അല്ലാഹു നമുക്ക് തന്ന ഓഹരി എത്ര നല്ലതാണ്. കാരണം നമുക്ക് തന്നത് ഇൽമാണ്. നമ്മുടെ ശത്രുക്കൾക്കോ സമ്പത്താണ്. അതേ സമ്പത്തോ ഏറ്റവും പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനമാണ്. ഇൽമോ ഖിയാമത്ത് നാൾ വരെ തീരാത്ത സാധനമാണ്. ഇന്ന് ഏതൊരാൾ
ഏതൊരാളും നിസ്കരിക്കുന്നുണ്ടെങ്കിലും, ഇന്ന് ഏതൊരാളും നോമ്പ് നോക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഓരോ ക്രെഡിറ്റുകൾ മാലിക് ഇബ്നു ദീനാറിന് എത്താറുണ്ട്, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് എത്താറുണ്ട്, അതേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിന് എത്താറുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും അവർക്കും എത്താറുണ്ട്, നബിതങ്ങൾക്കും എത്താറുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ഇൽമിന്റെ ക്രെഡിറ്റ് തീർന്നു പോകുന്നതല്ല, അത് എക്കാലത്തും കിട്ടുന്നതാണ്, മരണപ്പെട്ടാലും അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് താജുൽ ഉലമ ഇന്നും നമ്മുടെ ഇടയിൽ ഓർക്കപ്പെടുന്നത്. ഇന്ന് മനുഷ്യരുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലും ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ദക്ഷിണ കർണാടകത്തിൽ ഓർക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് താജുൽ ഉലമ. അവിടുത്തെ ഫിഖ് എത്ര വലുതാണ്, ആ ലോകം എത്ര വലുതാണ്, അവിടുത്തെ അഖീദമോ സുബ്ഹാനല്ലാഹ് അഹ്ലുസ് സുന്ന വൽ ജമാഅ അതിൽ അടിവറച്ച് നിന്നു മാത്രമല്ല, അതിനെ കർണാടകത്തിലും കേരളത്തിലും പ്രചരിപ്പിച്ചു. അതിനാർക്കും അതേ വിട്ടുകൊടുത്തില്ല. എത്ര വലിയ ശക്തികൾ വന്നാലും, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും, എത്ര ആളുകൾ കൂക്ക് വിളിച്ചാലും താജുൽ ഉലമ മാറി നിന്നില്ല. വെറും ഫിഖ്ഹും അഖീദകൾ മാത്രമാണോ? ആകാശങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ലേ? സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനങ്ങളെ വെച്ചുകൊണ്ട് മാസങ്ങൾ എങ്ങനെയാണ് നിശ്ചയപ്പെടുത്തുക, നിസ്കാരത്തിന്റെ സമയങ്ങൾ എങ്ങനെയാണ് നിശ്ചയപ്പെടുത്തുക? നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് സമയമാകുമ്പോൾ ബാങ്കാകാറുണ്ട്. ആ ബാങ്കിന്റെ സമയങ്ങൾ എങ്ങനെയാണ് തിട്ടപ്പെടുത്തിയത്? അതിന് വലിയ വിദ്യാഭ്യാസം പഠിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഖഗോളശാസ്ത്രം എന്ന് പറയുന്നത്. അതിനെ വേണ്ടതുപോലെ ഈ കർണാടകത്തിന്റെ മണ്ണിൽ ശിഷ്യന്മാരിലൂടെ പറത്തിവെച്ച നേതാവാണ് താജുൽ ഉലമ. കഴിഞ്ഞോ ഞങ്ങളൊക്കെ വിചാരിച്ചത് ചിലപ്പോൾ ദർസിൽ ഓതി പഠിപ്പിക്കുന്നത് ഖുർആനുകൾ മാത്രമാണ്, ഹദീസുകൾ മാത്രമാണ്, ഇൽമു തഫ്സീറുകൾ മാത്രമാണ്, ഇൽമുൽ ഹദീസുകൾ മാത്രമാണ്. അല്ല അല്ല, യുക്ലിഡിന്റെ രേഖാഗണിതം പഠിപ്പിക്കപ്പെടാറുണ്ട്, ബീജഗണിതം പഠിപ്പിക്കപ്പെടാറുണ്ട്, ഇൽമുൽ ഹിസാബ് ഖുലാസത്തുൽ ഹിസാബിനെ പോലോത്ത മാത്തമാറ്റിക്സിന്റെ അഗ്രഗണ്യ കിതാബുകളെ പഠിപ്പിക്കാറുണ്ട്. താജുൽ ഉലമ ആ വിഷയത്തിൽ ഏറ്റവും വലിയ കേമനാണ്. മുഅ്മിനീങ്ങളെ, അവിടുത്തെ ശിഷ്യന്മാരെ ഒന്ന് എടുത്തു നോക്കൂ. അതേ താജുൽ ഫുഖഹാ ബേക്കൽ ഉസ്താദിന്റെ വിജ്ഞാന സാഗരം. അത് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ബാക്കി വെച്ച സയ്യിദുൽ ഉലമായി മാണി ഉസ്താദ് അവിടെ നിന്ന് നടത്തുന്ന മഹത്തായ സ്ഥാപനം ദാറുൽ ഇർഷാദ് 3.5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അവിടെ നിന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം എന്തെന്ന് ചോദിച്ചാൽ, ദുനിയാവിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉസ്താദ് MA-കൾ നൽകുന്ന ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ പടുത്തുയർത്തുന്നുണ്ട്. M.Com പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെയുണ്ട്, ഇഗ്നോയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, മൈസൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, കോയമ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ലണ്ടനിന്റെ റോഹാംപ്ടൺ യൂണിവേഴ്സിറ്റിയിൽ MBA പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം ഭൗതിക ആവശ്യങ്ങൾക്ക് നൽകലോടുകൂടെ തലേ കെട്ടിയ വെള്ളവസ്ത്രം ധരിച്ച നല്ല ആലിമീങ്ങളെ ഉസ്താദ് പടുത്തുയർത്തുന്നുണ്ട്. അവർ ദർസിൽ പഠിക്കുന്നത് ഇൽമുൽ ഫലകാണ്, ഖുലാസത്തുൽ ഹിസാബാണ്, ഫിഖ്ഹാണ്, അഖീദയാണ്, ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ, അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനിന്റെ ആശയങ്ങൾ, അതിനെ സുബ്ഹാനല്ലാഹ് ഈ പഠിക്കുന്ന 2 വിദ്യാഭ്യാസം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപോലെ നൽകുകയും സുബ്ഹാനല്ലാഹ് ഇന്ന് 3.5 പതിറ്റാണ്ടുകളായി ജനുവരി 7-ന് 35ാം വാർഷികം ആ സ്ഥാപനം ആഘോഷിക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ സന്ദർഭമനുസരിച്ച് ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളൊക്കെ വരണം, സഹകരിക്കണം, ആ സ്ഥാപനയോട് കൂറ് പുലർത്തണം. ശൈഖുനയുടെ ഇസ്സത്തും ശൈഖുനയുടെ ഹിമ്മത്തും ശൈഖുനയുടെ എല്ലാവിധത്തിലുള്ള സഹകാരികളായി നിങ്ങൾ തീരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉലമായിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് നമുക്ക് ഇബാദത്തുകളെ കൂട്ടാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. ഉസ്താദ് നടത്തിയ സ്ഥാപനങ്ങൾക്ക് സഹകരിച്ചവരെത്രേ, സഹായിച്ചവരെത്രേ, മുഅ്മിനീങ്ങളെ എത്ര ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് പഠിച്ചു പോയ ആയിരക്കണക്കിന്റെ വിരിച്ചു വളർന്നവരാണ്.
പഠിച്ചവരാണ്, അതുകൊണ്ട് പഠിച്ചവരാണ്. ആയിരങ്ങൾ പോയി ലക്ഷങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ ആ ലക്ഷങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുടെ പ്രവർത്തന ഫലമില്ലേ, ആ ഫലം നാം അറിയാതെ നമ്മുടെ ആഖിറത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റാണ്. അതിന്റെ അസ്ല് മാത്രമല്ല, ബഡ്ഡി അടക്കം നാളെ ആഖിറത്തിൽ കിട്ടാനുള്ളതാണ്. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച പലതുമില്ലേ, അത് തീർന്നു പോകുന്നതാണ്. അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചതുണ്ടല്ലോ, അത് നാളെ ആഖിറത്തിൽ കാണാനുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ആ താജുൽ ഉലമായി നമുക്ക് വിറാസത്തായി തന്ന ഇൽമില്ലേ, ആ ഇൽമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉസ്താദ് അവர்கள் പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നാടിലെ ഉലമാകൾ പ്രവർത്തിക്കുന്നുണ്ട്. ദാറുൽ അശ്അരിയ നമ്മുടെ അടുത്തുണ്ട്. കമ്പളവെട്ടുവിലെ ഈ പള്ളിയിൽ അൽഹംദുലില്ലാ ദർസ് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നമുക്ക് അൽ മദീനയുണ്ട്. അതും താജുൽ ഉലമാന്റെ ശിഷ്യനായ ശറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ് അവர்கள் ഉണ്ടാക്കിയ സ്ഥാപനയാണ്. പടച്ച റബ്ബേ, അവിടുത്തെ ദർജം നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ സ്ഥാനങ്ങൾ നീ ഏറ്റണേ റഹ്മാനെ. അവരുടെ കൂടെ നമ്മെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഓ മുഅ്മിനീങ്ങളെ, ഈ ഇൽമു പഠിപ്പിക്കുക എന്ന സേവനയുണ്ടല്ലോ, ലോകത്തിൽ അതുപോലെ ഉപകാരം ചെയ്യുന്ന സേവനയില്ല. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ക്വാളിറ്റി പറയുന്നിടത്ത് പറഞ്ഞു തന്നില്ലേ, ഇഖ്റഅ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം. ഏറ്റവും ഉപകാരം ചെയ്യുന്ന റബ്ബ്, ഏറ്റവും മാന്യത ചെയ്യുന്ന റബ്ബ്, ഏറ്റവും വലിയ ഔദാര്യം ചെയ്യുന്ന റബ്ബ്. ആ റബ്ബിന്റെ ക്വാളിറ്റി എന്താണ്? അല്ലമ ബിൽ ഖലം. ആ റബ്ബ് നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ വസ്ഫായ റഹ്മത്ത്. ആ റഹ്മത്തിനോടനുബന്ധിച്ച് പറഞ്ഞത് അല്ലമൽ ഖുർആൻ. അല്ലാഹു നിങ്ങൾക്ക് ഖുർആനിനെ പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. ഈ തഅലീം എന്നുള്ള സാധനമുണ്ടല്ലോ, ഒരു മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതുണ്ടല്ലോ, അവന്റെ ദുനിയാവ് രക്ഷപ്പെടാൻ, അതിലുപരി ആഖിറം രക്ഷപ്പെടാൻ, അതിനെപ്പോലെ ഏറ്റവും നല്ല മാധ്യമം മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ ഇവിടെ എന്ത് ബാക്കി വെച്ചു എന്ന് ചോദിച്ചാൽ, ഇൽമു പഠിപ്പിക്കാൻ പറ്റിയ 1,24,000 സ്വഹാബത്തിനെ ബാക്കി വെച്ചു. പാലേസുകളല്ല, വണ്ടികളല്ല, സുബ്ഹാനല്ലാഹ് ഹെറിറ്റേജുകളല്ല, അവിടെ നിന്ന് ബാക്കി വെച്ചത് ഇൽമാൻ. അല്ലാഹു നമുക്കൊക്കെ ഇതിന് തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ പറഞ്ഞില്ലേ, കുൻ ആലിമാ, ഒന്നിരിക്കലോ നീ പണ്ഡിതനാകണം, അല്ലെങ്കിലോ മുതഅല്ലിമാ, പഠിക്കുന്നവനാകണം. കഴിയുന്നില്ലേ മുസ്തമിആ, ഇൽമു പഠിപ്പിക്കുന്ന ആളുകൾ പഠിപ്പിക്കുമ്പോൾ അതിനെയൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളാകണം. അതിനും കഴിയുന്നില്ലേ ഔ മുഹിബ്ബാ, ഇൽമിന്റെ ആളുകളെ സ്നേഹിക്കുന്ന ആളായി തീരണം. വലാ തകുൻ ഖാമിസാ, അഞ്ചാമത്തെ ആളാകണ്ട. പടച്ച റബ്ബേ, ഇപ്പറഞ്ഞ 4-ൽ ഏതെങ്കിലും ഒരാളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, ആ നബി തങ്ങളുടെ വിറാസത്ത് ഏറ്റെടുത്ത മഹാനാണ് താജുൽ ഉലമാ നവ്വറല്ലാഹു മർഖദഹു. ആ താജുൽ ഉലമാ ഇവിടെ ഇൽമു നിലനിർത്തിയപ്പോൾ, അതിനു വേണ്ടി അധ്വാനിച്ചപ്പോൾ എത്ര ശിഷ്യന്മാർ അവിടത്തേക്കുണ്ടായി, എത്ര പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് വന്നു. ഓ മുഅ്മിനീങ്ങളെ, വെറും ഇൽമു പഠിപ്പിക്കൽ മാത്രമാണോ? ഈ ലോകത്ത് ഏറ്റവും വലിയ ഇസ്തിഖാമത്തോടെ അടുത്ത കാലത്ത് ജീവിച്ചു പോയ മഹാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മഹാനായ താജുൽ ഉലമയാണ്. നിങ്ങൾ നോക്കൂ, അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഈ ലോകത്ത് ഏറ്റവും വലിയ കറാമത്ത് ഏതാണ്? അതേ, ഒരാളെ രോഗം ശിഫയാക്കി കൊടുക്കുന്നു. അതേ സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് ബാധിച്ച അപകടങ്ങളെ ഇല്ലാതാക്കി കൊടുക്കുന്നു. ഇതല്ല യഥാർത്ഥത്തിലുള്ള കറാമത്ത്. യഥാർത്ഥ കറാമത്ത് ഏതാണ്? മഹാൻ അവരുകൾ പറഞ്ഞു, അൽ ഇസ്തിഖാമാ, ഒരു പ്രവർത്തനം ചെയ്താൽ അതിൽ ഒരു മുറിവുമില്ലാതെ, തെറ്റില്ലാതെ, അതിനൊരു ഇടർച്ചയും വരാതെ
കണ്ടിന്യൂയായി ചെയ്യാനുള്ള ഭാഗ്യമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കറാമത്ത്, അതാണ് ശരിയായ കറാമത്ത്. താജുൽ ഉലമാ വെറും ഇൽമു മാത്രം പഠിപ്പിച്ചതല്ല, ആ പഠിപ്പിച്ചത് എന്തുണ്ടോ ജീവിതത്തിൽ അത് പ്രവർത്തിച്ച് കാണിച്ച മഹാനാണ്. അവിടത്തെ ജീവിതത്തിൽ ജമാഅത്ത് മിസ്സായിട്ടില്ല. എന്തിന് പറയണം, ഓരോ ഫർദ് നിസ്കാരത്തിന്റെ മുമ്പും പിന്നെയുള്ള റവാത്തിബുകളില്ലേ, അതിൽ മുഅക്കദായ റവാത്തിബില്ലേ, അല്ലാത്ത റവാത്തിബുകളില്ലേ, ഒന്നും താജുൽ ഉലമ നഷ്ടപ്പെടുത്താറില്ല. എന്തിന് പറയണം മുഅ്മിനീങ്ങളെ, ളുഹുറിന്റെ മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരമില്ലേ, പിന്നെയുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമില്ലേ, അതിന്റെ മഹത്വം പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, ഹറമ അലൈഹിന്നാർ, ഈ റവാത്തിബ് കൃത്യമായി നിസ്കരിക്കുന്ന മനുഷ്യന് അല്ലാഹു നരകം ഹറാമാക്കും. സുബ്ഹാനല്ലാഹ്, ഈ റവാത്തിബിനെ കൃത്യമായി പാലിച്ച മഹാനാണ് താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടത്തേക്ക് അസ്റിന്റെ മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് നഷ്ടപ്പെടാറില്ല, മഗ്രിബിന്റെ മുമ്പും പിന്നെയുള്ള റവാത്തിബ് നഷ്ടപ്പെടാറില്ല, ഇശാഇന്റെ മുമ്പും പിന്നെയുള്ള റവാത്തിബ് നഷ്ടപ്പെടാറില്ല. എന്തിന് പറയണം മുഅ്മിനീങ്ങളെ, സുബഹി മുതൽ അസ്ർ വരെ സബക്കുകൾ നടത്തി, ക്ലാസുകൾ നടത്തി, അതിന്റെ ഇടയ്ക്ക് പലരും മന്ത്രിപ്പിക്കുന്നവർ വന്നു, അതിന്റെ ഇടയ്ക്ക് പല മഹല്ല് കമ്മിറ്റിക്കാർ വന്നു, അതിന്റെ ഇടയ്ക്ക് പല കുടുംബ പ്രശ്നക്കാർ വന്നു. അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കുകയും മഗ്രിബിന്റെ ശേഷം പൊതുപരിപാടികൾ ഏറ്റെടുക്കുകയും അതിൽ പോയി സംബന്ധിക്കുകയും മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്തു കൊടുക്കുകയും എന്നിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് യാത്ര തിരിച്ചാൽ ഉള്ളാലത്തേക്ക് എത്താറുള്ളത് രാത്രി 1 മണിക്കാണ്, 2 മണിക്കാണ്. 11 റക്അത്ത് വിത്ർ നിസ്കരിക്കാതെ ഉള്ളാളത്തങ്ങൾ ഉറങ്ങാറില്ല. സുബഹി എണിച്ചാലോ പിന്നെ വറക്കില്ല, റെസ്റ്റില്ല. 6:30 മണിക്ക് തുടങ്ങിയ 6 മണിക്ക് തുടങ്ങിയ സബക്കുകൾ അസർ 4 മണി വരെ നീണ്ടു നിൽക്കുന്ന സബക്കുകളാണ്. ഇതുപോലെ തരക്കിട്ട ജീവിതത്തിന്റെ ഇടയിൽ ഖുർആൻ വിടാറില്ല. അവിടത്തേക്ക് ഏറ്റവും വലിയ ഇഷ്ടമായ അമലാണ് ഖുർആൻ. സുബ്ഹാനല്ലാഹ്, ഖുർആനിനെ വല്ലാത്ത ബഹുമാനത്തോടെ ഓതുന്നവർക്ക് ഖബറിൽ സുബ്ഹാനല്ലാഹ് പുഴുക്കൽ വരെ അവരെ തിന്നൂല, അവർക്കൊരു മ്ലേച്ഛങ്ങളും വരൂല, അവരുടെ ശരീരങ്ങൾക്ക് കേടുകൾ വരൂല. ഓ മുഅ്മിനീങ്ങളെ, ഇന്ന് ഏത് കാലമാണ്? ഖുർആൻ പറഞ്ഞ കാലം വന്നു പോയില്ലേ? വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹ്. ജനങ്ങളെ കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹ് ചില ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നവരുണ്ട്. എന്തിനാണ്? അല്ലാഹുവിന്റെ വഴിയെ തൊട്ട് അകലാനാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇതിന്റെ തഫ്സീർ പറഞ്ഞില്ലേ, ഏതാണ് നഷ്ടപ്പെടുന്ന അമല്? ആധുനിക ഉപകരണങ്ങൾ മനുഷ്യന്റെ കയ്യിൽ കിട്ടിയാൽ നഷ്ടപ്പെടുന്ന ഒരു അമലുണ്ട്. ഏതാണത്? ഖുർആൻ ഓതാണ്. ടിവികൾ വരുന്ന മുമ്പുള്ള കാലമൊന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ കയ്യിൽ മൊബൈലുകൾ വരുന്ന കാലമൊന്ന് ഓർത്തു നോക്കൂ. അന്ന് സുബഹിക്ക് യാസീൻ മുടങ്ങാറുണ്ടോ? വീട്ടിൽ അതേ ഒരേ മുസ്ഹഫ് ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഉള്ള 10 ആളുകളും ആ മുസ്ഹഫ് നോക്കി യാസീൻ ഓതാറില്ലേ? ആദമുസ്സലാത്ത് ചെല്ലാറില്ലേ? മഗ്രിബ് കഴിഞ്ഞാലോ നഫീസത്ത് മാല പാടുന്നതിന് മുമ്പായി സൂറത്തുൽ മുൽക്ക് ഓതുന്ന ഉമ്മമാരുണ്ടായിരുന്നില്ലേ? വാഖിയ ഓതുന്ന ഉമ്മമാരുണ്ടായിരുന്നില്ലേ? സജദ ഓതുന്ന ഉമ്മമാരുണ്ടായിരുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, എത്ര വലിയ മഹത്വമുള്ള സൂറത്തുകളാണ് അവകളൊക്കെ. മുവർരിഖുൽ അജ്ലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉദുനാ റജുലൻ വഖദ് ഉഗ്മിയ അലൈഹി, ബോധം കെട്ടു വീണ ഒരു മനുഷ്യനെ നിങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോയി. ഫഖറജ നൂറും മിൻ റഅസിഹി ഹത്താ ഹതസ്സഖഫ ഫമസ്സഖഹു ഫമദാ. അവന്റെ അടുത്ത് രോഗം സന്ദർശനത്തിന് പോയപ്പോ അത്ഭുതമെന്ന് പറയാം, അവന്റെ തലഭാഗത്തിലൂടെ ഒരു പ്രകാശം കടന്നു വന്നു. എന്നിട്ടത് മേലോട്ട് പോയി, അവിടത്തെ വാർപ്പിനെ മുറിച്ച് അങ്ങോട്ട് പോയി. പിന്നെ നോക്കുമ്പോൾ പൊക്കിലിന്റെ ഭാഗത്തിൽ നിന്ന് അതുപോലെയുള്ളൊരു പ്രകാശം പുറത്തു വന്നു, അതും അതുപോലെ പുറത്തു പോയി.
പിന്നെ കാൽഭാഗത്തിൽ നിന്നൊരു പ്രകാശം പുറത്തു വന്നു, അതും അങ്ങനെ തന്നെ മേലോട്ട് പോയി. പിന്നെ ആ ബോധം കെട്ട് വീണ മനുഷ്യൻ ബോധം തെളിഞ്ഞപ്പോ ഞങ്ങളതെ അവനോട് അത്ഭുതത്തോടെ ചോദിച്ചു, ഹൽ അലിംത മാ കാന മിൻകാ, മോനെ നിന്റെ ശരീരത്തിൽ സംഭവിച്ച ഈ സംഭവങ്ങൾ നിനക്കറിയുമോ? ഖാല നഅം, എനിക്കറിയാം. അമ്മൻ നൂറുല്ലദീ ഖറജ മിൻ റഅസി, എന്റെ തലഭാഗത്തിൽ നിന്ന് പുറത്തുപോയ പ്രകാശമുണ്ടല്ലോ, അത് 14 ആയ മിൻ അവ്വൽ അലിഫ് ലാം മീം തൻസീൽ സജദ, സജദ സൂറത്തിന്റെ ആദ്യത്തെ 14 ആയത്തുകളുടെ പ്രകാശമാണ് എന്റെ പൊക്കിലിലൂടെ പുറത്തുപോയതോ. സുബ്ഹാനല്ലാഹ്, പിന്നത്തെ ആയത്തുകളാണ് എന്റെ കാലിലൂടെ പുറത്തുപോയതോ, സജദയുടെ അവസാനത്തെ ആയത്തുകളാണ്. അത് പോയത് എനിക്ക് വേണ്ടി ഇംപ്ലൻസ് ചെയ്യാനാണ്, എന്നെ ആഖിറത്തിൽ രക്ഷപ്പെടുത്താനാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, വബഖിയത്ത് തബാറക ഇൻദി, ഞാൻ എല്ലാ ദിവസവും ഓതാറുള്ള സൂറത്തുൽ മുൽക്കില്ലേ, അത് എന്റെ അടുത്ത് ബാക്കിയാണ്. എന്തിനാണത്? തഹറുസുനി, എന്നെ കാക്കാനാണ്. എവിടെ വെച്ച് കാക്കാനാണ്? എന്നെ ഖബറിൽ വെച്ച് സംരക്ഷപ്പെടുത്താനാണ്. മുഅ്മിനീങ്ങളെ, സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അതിഹിയ സൂറത്തുൻ മുൻജിയത്തുൻ തുൻജീഹി മിൻ അദാബിൽ ഖബർ, ഏതൊരു മനുഷ്യനെയും ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. ഏതൊരു മനുഷ്യനിക്കും നേരം പോക്കാക്കുന്ന സൂറത്താണ്. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഉപ്പ മരണപ്പെട്ടില്ലേ? ഉമ്മ മരണപ്പെട്ടില്ലേ? ജ്യേഷ്ഠൻ മരണപ്പെട്ടില്ലേ? ഭാര്യ മരണപ്പെട്ടവരില്ലേ? ഭർത്താവ് മരണപ്പെട്ടവരില്ലേ? അന്ന് എത്ര കണ്ണീരുകൾ നമ്മുടെ കണ്ണിൽ നിന്ന് പോയി. ആർക്ക് വേണ്ടി? ഉപ്പ മരണപ്പെട്ടതിന്റെ പേരിൽ. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, സ്വന്തം ഓർത്ത് കണ്ണീര് പോയിട്ടുണ്ടോ? നമ്മുടെ ആഖിറം ഓർത്ത് കണ്ണീര് പോയിട്ടുണ്ടോ? മൻകാന ഹമ്മുഹു ഹമ്മൽ ആഖിറ, സുബ്ഹാനല്ലാഹ്, ഒരാളുടെ ടെൻഷനും പ്രാധാന്യവും ആഖിറമായി കഴിഞ്ഞാൽ കഫല്ലാഹു ഹമ്മദ് ദുനിയാ വൽ ആഖിറ, പിന്നെ അവനിക്ക് ദുനിയാവിന്റെ ടെൻഷൻ ഇല്ല, ആഖിറത്തിന്റെ ടെൻഷൻ ഇല്ല. ഓ മുഅ്മിനീങ്ങളെ, ആഖിറത്തെ കുറിച്ച് ഓർക്കേണ്ടത് അവനവനല്ലേ. എന്റെ ഉപ്പ മരണപ്പെട്ട് 10 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഞാൻ എത്ര പ്രാവശ്യം ഖബറിന്റെ അടുത്ത് പോയാൽ തന്നെ എത്ര പ്രാവശ്യം അവിടെ എത്ര നേരം നിന്ന് കൊടുത്തു? 10 മിനിറ്റിനേക്കാൾ കൂടുതൽ, ഏറിപ്പോയാൽ 20 മിനിറ്റിനേക്കാൾ കൂടുതൽ എന്റെ സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ അരികിൽ ഞാൻ നിൽക്കാറില്ല. ആരാരും വരാത്ത ലോകത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ നമ്മെ സംരക്ഷിക്കാൻ എന്റെ മോനുണ്ടാകുമെന്നുള്ള വിചാരം വേണ്ട, പ്രത്യേകിച്ചും ഇക്കാലത്ത് വേണ്ട. അവരവൻ രക്ഷപ്പെടുത്തുന്ന അമലുകൾ ചെയ്തോ. ആഖിറത്തിൽ പോകുന്നതിന്റെ മുമ്പ് സ്വന്തം തെറ്റുകളെ ഓർത്ത് അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച് തഹജ്ജുദിന്റെ സമയം മേനേറ്റി വന്ന് സ്വഹാബത്തൊക്കെ ചെയ്തതുപോലെ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. സ്വഹാബത്ത് രാത്രി ഉറങ്ങിയാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിലേക്ക് ഉറക്ക് വരാറില്ല. അവരുടെ ബെഡുകളിൽ ഇരുന്നു കൊണ്ട്, പായകളിൽ ഇരുന്നു കൊണ്ട് സ്വഹാബത്തിന്റെ ശരീരങ്ങൾ പടക്കാൻ തുടങ്ങി. കൊതുകടിച്ചത് കൊണ്ടല്ല, ഫാനില്ലാത്തത് കൊണ്ടല്ല. എന്തിനാണ് അവർക്ക് വരാതിരിക്കുന്നത്? ഖൗഫൻ വതമആ, അല്ലാഹുവിന്റെ പേടി കൽബിൽ വന്നുപോയി, അല്ലാഹുവിനോടുള്ള സ്നേഹം കൽബിൽ വന്നുപോയി. പിന്നെ സ്വഹാബത്ത് ഉറങ്ങാറില്ല. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് വകാനൂ ഖലീലൻ മിനൽ ലൈലി യഹ്ജഊൻ, രാത്രി അല്പമേ ഉറങ്ങാറുള്ള സ്വഹാബത്ത്. ഓ മുഅ്മിനീങ്ങളെ, നമുക്കും വേണ്ട ഒരു പ്രൈവസിയായ 15 മിനിറ്റ് അല്ലാഹുവിന്റെ മുമ്പിൽ ഇരുന്ന് കേന്ന് കരയാൻ. ആ പൊട്ടിക്കരഞ്ഞ കാരണം കൊണ്ട് നമ്മുടെ ആഖിറം രക്ഷപ്പെടാം. നമുക്കും വേണ്ട ചില സൂറത്തുൽ മുൽക്കുകൾ, നമുക്കും വേണ്ട സൂറത്തു സജദകൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുനിയാവിന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ലേ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് സൂറത്തുൽ വാഖിയ. അത് ഓതി കിടക്കണേ.
ജീവിതത്തിൽ ദാരിദ്ര്യം വരൂല. അല്ലാഹു നമ്മേക്ക് നല്ലവരെ കൂട്ടത്തിൽ പെടുത്തട്ടെ. മഹാനവറുകൾ എത്രയാണ് ഖുർആൻ ഓതിയത്. റമളാൻ ആകുമ്പോൾ ഈ തിരക്കിന്റെ ജീവിതം 11 മാസം കഴിഞ്ഞാൽ പിന്നെയും ഖുർആൻ ഓത്തിലാണ് തിരക്ക്. ഒരു റമളാനിന്റെ 30 കഴിയുമ്പോൾ താജുൽ ഉലമാക്ക് പറയാനുള്ള ഖത്മുകൾ 15 16 17 നമുക്കുണ്ടോ പറയാൻ 3-ലേറെ? മാക്സിമം ഓതിയാൽ 3 മുഅ്മിനീങ്ങളെ. ഒരു ഖത്ം ഓതിയാൽ തന്നെ നാടിടി പാട്ടായില്ലേ, സ്റ്റാറ്റസിൽ വെച്ചില്ലേ. എന്റെ ഒരു ഖത്ം കംപ്ലീറ്റഡ് ആണ്, എന്റെ 2 ഖത്ം കംപ്ലീറ്റഡ് ആണ്. അതോടുകൂടെ ആഖിറത്തിലേക്കുള്ള സവാബുകൾ വലിച്ചിട്ട് പോയി. ദുനിയാവിൽ തന്നെ അതിനെ തീർത്തുപോയി. അല്ലാഹു നമ്മേക്ക് കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, താജുൽ ഉലമായി സമുദായത്തിലേക്ക് ഇൽമിന് വേണ്ടി അധ്വാനിച്ചു, പഠിപ്പിച്ചു, അതുപോലെ ജീവിച്ച് കാണിച്ചു. ഓ മുഅ്മിനീങ്ങളെ, അതിൻ്റെ ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഓടി നടന്നത്. അതല്ലേ പലപ്പോഴും അവിടുത്തെ പ്രസംഗത്തിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദീനു അന്നസ്വീഹാ, ദീനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലത് വിചാരിക്കലാണ്, നല്ലത് ചെയ്യലാണ്. നമ്മുടെ സംഘടന എന്തിനു വേണ്ടിയാണ്? നാട്ടിൽ ഫിത്നയുണ്ടാക്കാനല്ല, സ്റ്റാറ്റസിനല്ല, പാർട്ടിക്ക് വേണ്ടിയല്ല, സുബ്ഹാനല്ലാഹ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. നമ്മുടെ സംഘടന താജുൽ ഉലമാ പറഞ്ഞു തന്ന ഈ ദീനെന്ന് പറഞ്ഞ അന്നസീഹത്താണ്. എല്ലാവർക്കും നല്ലത് വിചാരിക്കലാണ്. സ്വഹാബത്തായ സർവ്വ സ്വഹാബത്തും ലോകത്തിന്റെ മനുഷ്യന്മാരെ നന്മ ഉദ്ദേശിച്ചിട്ടല്ലേ സ്വന്തം നാട് വിട്ടവർ പോയത്. മദീനത്തേക്ക് മഹത്വമില്ലാതായത് കൊണ്ടല്ല, മക്കൾക്ക് മഹത്വമില്ലാതായത് കൊണ്ടല്ല. ത്വായിഫിലൊന്ന് പോയി നോക്കൂ, അവിടെ കാണുന്നത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ആണ്. അവിടത്തെ മക്ബറയാണ്, അടുത്തുള്ള നാടാണ് മക്ക. ഓ മുഅ്മിനീങ്ങളെ, മക്കയുടെ ഹറമിൽ ജീവിച്ച് ഹറമിന്റെ പള്ളിയിൽ ഇത്തികാഫിരിക്കാമായിരുന്നു. സ്വഹാബത്തിനെ നബി തങ്ങളെ സ്നേഹിച്ച് മദീനയുടെ പള്ളിയിൽ ഇത്തികാഫിരിക്കാമായിരുന്നു. ആ മസ്ജിദുൻ നബവിയുടെ അടുത്തുള്ള ബഖീയിലെ ജന്നത്തുൽ ബഖീ, അവിടെ അതേ മരമാടാൻ വേണ്ടി കൊതിക്കാമായിരുന്നു. സ്വഹാബത്തൊന്നും അത് ആഗ്രഹിക്കാതെ 10,000 സ്വഹാബത്ത് മാത്രമേ നാട്ടിലുള്ളൂ. ബാക്കിയുള്ള 1,00,000 അടുത്തു വരുന്ന സ്വഹാബത്തുകൾ അവരുടെ നാടുകളില്ല. അലി ഇബ്നു അബീ ത്വാലിബ് എത്തിപ്പെട്ടത് കൂഫയിലേക്കാണ്. അതേ സഅദ് ഇബ്നു അബീ വഖാസ് എത്തിപ്പെട്ടത് ചൈനയിലേക്കാണ്. ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ടത് മാലിക് ഇബ്നു ദീനാറാണ്. ഇങ്ങനെ തുടങ്ങി ലോകത്തിന്റെ നാനാഭാഗത്തിലേക്ക് സ്വഹാബത്ത് പടയോട്ടം നടത്തിയില്ലേ? മുഅ്മിനീങ്ങളെ, അവരെല്ലാം ഉദ്ദേശിച്ചത് സകല മനുഷ്യന്മാരുടെയും നന്മയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, താജുൽ ഉലമാ ഈ ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടി ഓടി നടന്നു. അത് സ്വഹാബത്തിന്റെ മാതൃകയാണ്, റസൂലുള്ളാഹിന്റെ മാതൃകയാണ്. സ്വഹാബത്ത് പലപ്പോഴും വന്ന് ചോദിക്കും, നബിയെ, മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട്, മനസ്സിനൊരു ക്ലിയർ ഇല്ല നബിയെ, മനസ്സ് വിശാലതയില്ല നബിയെ, ഇടുക്കുണ്ട് നബിയെ, ഒന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പലപ്പോഴും സ്വഹാബത്തിനോട് ഉപദേശിക്കാറുണ്ട്. അത്ഇമുൽ മസാകീൻ വംസഹു റൂസൽ യതീം. ഓ സ്വഹാബത്തെ, പാവങ്ങൾക്ക് പോയി ഭക്ഷണം കൊടുക്കുക, യതീമീങ്ങളെ തലയൊന്നു തടകുക. അത് നിങ്ങളുടെ ഖൽബ് ശുദ്ധിയാകാൻ അതിനെപ്പോലെ ഒരു മരുന്ന് മറ്റൊന്നില്ല. മുഅ്മിനീങ്ങളെ, പാവങ്ങളെ ഖിദ്മത്തെടുക്കാനാണ് സംഘടനകൾ, യതീമീങ്ങളെ ഖിദ്മത്തെടുക്കാനാണ് സംഘടനകൾ. അൽഹംദുലില്ലാഹ്, എത്ര സാന്ത്വന പ്രവർത്തനങ്ങൾ നമ്മുടെ KMJ നടത്തി. കഴിഞ്ഞ കൊറോണ കാലങ്ങൾ നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ദുരന്തങ്ങളും പ്രളയങ്ങളുടെ കാലങ്ങൾ നോക്കൂ നിങ്ങൾ. ഇഖ്ലാസുള്ള മുഖ്ലിസീങ്ങളായ ദീനിന്റെ ഖാദിമീങ്ങൾ മുന്നിട്ടിറങ്ങിയില്ലേ പാവങ്ങളെ സഹായിക്കാൻ? മുസീബത്തുകളെ കൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ. എവിടത്താണ് ഇതിന്റെ മാതൃക?
താജുൽ ഉലമായിൽ നിന്നാണ് ഇതിന്റെ മാതൃക. താജുൽ ഉലമ ഇടയ്ക്കിടെ കുടുംബങ്ങളെ പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. എന്തിനാണ്? പ്രശ്നങ്ങൾ തീർക്കാനാണ്, പ്രയാസങ്ങൾ അറിയാനാണ്. അവിടത്തേക്ക് പലരും ഇങ്ങോട്ട് വരാറുണ്ട്. എത്ര കുടുംബങ്ങളെ പ്രശ്നങ്ങൾ തീർത്തു, എത്ര രോഗികളെ രോഗം ശമനമാക്കി കൊടുത്തു. മാരകമായ രോഗങ്ങൾ ഡോക്ടർ പോലും കൈവിട്ട കേസുകൾ താജുൽ ഉലമ ഏറ്റെടുത്ത് സുഖമാക്കി കൊടുത്തില്ലേ? ഈ ഇൽമിന്റെയും പഠനത്തിന്റെയും ഇടയിൽ, തരക്കിന്റെ ജീവിതത്തിന്റെ ഇടയിൽ എത്ര പാവങ്ങൾക്ക് മഹാനവറുകൾ സാന്ത്വനമായി നിന്നു. സയ്യിദുനാ ഖൂറാ തങ്ങൾ അവിടത്തെ മകനല്ലേ മുഅ്മിനീങ്ങളെ? ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാകൂല, ഇതിലുള്ള പലരും മനസ്സിലാക്കിയിട്ടുണ്ടാകൂല. പാവങ്ങളോടൊന്ന് പോയി ചോദിക്കൂ, ഖൂറാ തങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചോ? തീർച്ചയായും അവർക്ക് ഓരോന്നും പറയാറുണ്ട്. അത് കഴിഞ്ഞ കാല മഹാന്മാർ അനുഭവിച്ച നഷ്ടങ്ങളാണ്. മുഅ്മിനീങ്ങളെ, താജുൽ ഉലമാന്റെ കണ്ണ് പോയി എത്തുന്നത് എവിടേക്കാണ്? ഖൂറാ തങ്ങളുടെ ചൈന പോയി സദേ സംബന്ധിക്കുന്നത് എവിടേക്കാണ്? അലിയു സൈനുൽ ആബിദീൻ എന്ന മഹാനവറുകൾക്കല്ലേ? ഈ സാദാത്ത് പരമ്പരയിലെ അതേ അവസാനത്തെ കണ്ണി എന്ന് നമുക്ക് പറയാം. കർബലയിലെ എല്ലാ മഹാന്മാരും മരണപ്പെട്ടപ്പോൾ അവസാനമായി ബാക്കിയായത് അലിയു സൈനുൽ ആബിദീനാണ്. മഹാനവറുകളെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. വഫാത്തായി കിടക്കുന്ന സമയം, അതേ ജനാസ കുളിപ്പിക്കുന്ന സമയം, ആളുകളൊക്കെ മുതുകിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ കുറെ കറുത്ത കലകൾ കാണുന്നുണ്ട്, കറുത്ത അടയാളങ്ങൾ കാണുന്നുണ്ട്. അന്വേഷണം നടത്തിയ ആളുകൾ എന്തുകൊണ്ടാണ് ഈ മുതുകിൽ കറുത്ത കലകൾ വരാനുള്ള കാരണം? കറുത്ത പാടുകൾ എന്തുകൊണ്ട് മഹാനവറുകളുടെ മുതുകിലുണ്ടായി? മരിച്ച് 2 ദിവസം കഴിയുമ്പോൾ ആ നാട്ടിലെ പട്ടിണി പാവങ്ങൾ വീട്ടിലേക്ക് വന്നു, പൊട്ടിക്കരഞ്ഞു. ഇനി ആരുണ്ട് നമുക്ക് രാത്രി സമയത്ത് ഭക്ഷണം എത്തിക്കാൻ? ഒരാള്. സുബ്ഹാനല്ലാഹ്, അന്വേഷിച്ച് നോക്കുമ്പോൾ ആ നാട്ടിലെ 80ഓളം വരുന്ന മിസ്കീന്മാരുടെ വീട്ടിലേക്ക് അലി സൈനുൽ ആബിദീൻ രാത്രി സമയത്ത് എത്തിപ്പെടാറുണ്ട്. അതേ അരിയുടെ സഞ്ചികളായിട്ടാണ്, ഗോതമ്പിന്റെ ചീലകളായിട്ടാണ്. ആ ചീലകളും ചുമന്നുകൊണ്ട്, മുതുകിൽ ചുമന്നുപോയ കാരണം കൊണ്ട് അവിടത്തെ മുതുകിൽ കറുത്ത പാടുകൾ അങ്ങനെ തന്നെ ബാക്കിയായി. അത് അറിഞ്ഞത് മരണത്തിന്റെ ശേഷമാണ്. മുഅ്മിനീങ്ങളെ, ഇതുപോലെ ഈ ഉമ്മത്തിന് വേണ്ടി നയിച്ച സാദാത്തീങ്ങൾ എത്ര ഇൽമിന്റെ സേവനം ചെയ്യലോടുകൂടെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സംബന്ധിക്കലോടുകൂടെ എത്ര പാവങ്ങൾക്കാണ് താജുൽ ഉലമ പരിഹാരമായി നിന്നത്. അവിടത്തെ മകൻ ഖൂറാ തങ്ങൾ പരിഹാരമായി നിന്നത്. അത് ആരുടെ മാതൃകയാണ്? റസൂലുള്ളാഹിന്റെ മാതൃകയാണ്, സ്വഹാബത്തിന്റെ മാതൃകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മസ്ജിദുൻ നബവിയിൽ ഇത്തികാഫ് ഇരിക്കുന്ന സമയം ഒരാൾ വന്നടുത്തിരുന്നു. സുബ്ഹാനല്ലാഹ്, അയാളുടെ മുഖത്തിൽ വല്ലാത്ത ടെൻഷൻ കാണുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചോദിച്ചു, മോനെ, മുഖത്തിൽ എന്തേ ഒരു വെപ്രാളം? ആ മനുഷ്യൻ വന്ന് പറഞ്ഞു, ഉസ്താദേ, വെപ്രാളം വല്ലാതെ മനസ്സിലുണ്ട്, പക്ഷേ പറയാൻ പേടിയാണ്. കാരണം ഉസ്താദിന്റെ ഇത്തികാഫ് നഷ്ടപ്പെട്ടു പോകുമല്ലോ. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോ ആ വന്ന മനുഷ്യൻ പറഞ്ഞു, ഉസ്താദേ, ഒരാളിൽ നിന്ന് കടം വാങ്ങി കടം കൊടുക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല, കടത്തിന്റെ അവധി തീർന്നിട്ടുണ്ട്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇത്തികാഫ് ഇരിക്കുന്ന മഹാനവറുകൾ എഴുന്നേറ്റ് നിന്നു. ആ മനുഷ്യന്റെ കൈപിടിച്ച് പറഞ്ഞു, എങ്കിൽ നമുക്കൊന്ന് പോകാം, നീ കടം കൊടുക്കാനുള്ള ആളെ ഒന്ന് സമീപിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ കടക്കാരന്റെ കൈയും പിടിച്ച് ആ കടം കൊടുത്ത ആളോട് പോയി സംസാരിച്ചു, സമയം നീട്ടിക്കൊടുക്കാൻ പറഞ്ഞു. ഓ മുഅ്മിനീങ്ങളെ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഈ മനുഷ്യരുടെ ശരീരങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മോട് ബന്ധമുള്ളത് ഹബീബായ നബി തങ്ങളെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? തഫ്സീറുൽ മാവറദിയിൽ ഇമാം മാവറദി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? സയ്യിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? മുഅ്മിനീങ്ങളുടെ സങ്കടങ്ങൾക്ക് വേണ്ടി വരുന്ന ആളാണ്, പരിഹാരം
പരിഹാരം നൽകാൻ വേണ്ടി വരുന്ന ആളാണ്. അതിലേറ്റവും ആദ്യത്തെ അടയാളമായി പറഞ്ഞത് ബിഖളാഇദൈനിഹിം, മുഅ്മിനീങ്ങൾക്ക് കടമുണ്ടോ? റസൂലുള്ളാഹിന്റെ അടുത്ത് സങ്കടം പോയി പറഞ്ഞാൽ, പോയി പറയാൻ സൗകര്യമില്ലെങ്കിലും വീട്ടിലിരുന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീരതി എന്ന് മനസ്സുരുകി പറഞ്ഞാൽ, റസൂലുള്ളാഹിനെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ, അവന്റെ കടമേറ്റെടുക്കാൻ ഞാനുണ്ടെന്ന് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ പറഞ്ഞതല്ല, മാവറദി ഇമാം അവിടുത്തെ തഫ്സീരിൽ കൊണ്ടുവന്നതാണ്. ഇങ്ങനെ എത്ര ആളുകളെ പ്രയാസമാണ് നീക്കിക്കൊടുത്തത്. തെറ്റുകളുടെ കംപ്ലൈന്റുമായി ഒരാൾ വന്നില്ലേ, വന്ന് പാടിയില്ലേ നബിയേ, എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ വലുതായിട്ടുണ്ട്. ഖുർആനിൽ ഞാനൊരു ആയത്ത് കേട്ടിട്ടുണ്ട്, വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂല ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സ്വശരീരങ്ങൾ ആക്രമിച്ച ആളുകൾ, തെറ്റ് ചെയ്ത ആളുകൾ അതേ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ, അവർക്ക് വേണ്ടി റസൂലുള്ളാഹിയും മാപ്പ് ചോദിച്ചാൽ പുറത്തു കൊടുക്കാൻ അല്ലാഹ് റെഡിയാണ്. മുഅ്മിനീങ്ങളെ, വന്ന് ഈ ആയത്ത് അതേ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഖബറയുടെ മുമ്പിൽ വന്ന് ഓതി, ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചു പോയപ്പോൾ അവിടെ ഇരിക്കുന്ന അതബി എന്ന് പറയുന്ന മഹാനവരുകൾക്ക് അന്ന് രാത്രി നബി തങ്ങളെ സ്വപ്നം കണ്ടില്ലേ? എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ അടുത്ത് വന്ന് പാടിപ്പോയ മനുഷ്യനോട് പറയണം അവന്റെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ട് കഴിഞ്ഞു. ഓ മുഅ്മിനീങ്ങളെ, ഇതുപോലെ നമ്മുടെ സങ്കടങ്ങളിൽ, ദുന്യവിയായ സങ്കടങ്ങളും മുഖ്റവിയായ സങ്കടങ്ങളിലും ഇതുപോലെ ഇടപെടുന്നൊരു മഹാനുണ്ടോ? അവിടത്തെ അഹ്ലു ബൈത്തല്ലേ താജുൽ ഉലമാ. നമ്മുടെ നാട്ടിലെ ഗുരുവായി നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് വേണ്ടതൊക്കെ ചെയ്ത മഹാനവരുകൾ, ഞങ്ങൾ പോയി അവിടുന്ന് സങ്കടം പറയുമ്പോൾ നമ്മെ തള്ളിക്കളയുമോ? പടച്ച റബ്ബേ, അവിടുത്തെ ദറജനെ ഉയർത്തനെ അല്ലാഹ്. താജുൽ ഉലമാന്റെ ശഫാഅത്ത് നമുക്ക് നീ നൽകണേ റഹ്മാനേ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ മനുഷ്യന്റെ കയ്യും പിടിച്ച്, എന്നിട്ടതാ അവിടെയുള്ള നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിലേക്കും കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു, സമിഅതു മിൻ സാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വല്ലഹദു ബിഹി ഖരീബ്, ആ മനുഷ്യൻ മരിച്ചുപോയി, വഫാത്തായി പോയി, കുറെ കാലമൊന്നുമായിട്ടില്ല, അടുത്ത കാലമേ ആയിട്ടുള്ളൂ. അതെ, ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി നടന്നു പോകൽ ഈ മസ്ജിദുൻ നബവിയിൽ 10 മാസം ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ ഏറ്റവും അഫ്ളലാണ് ആ മനുഷ്യന്റെ സങ്കടം തീർത്തു കൊടുക്കുക. മുഅ്മിനീങ്ങളെ, ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യന്റെ സാന്ത്വനം ചെയ്താൽ, ഒരു മനുഷ്യന്റെ ബേജാറ് തീർത്തു കൊടുത്താൽ, ഇസ്ലാം നൽകുന്ന പരിഹാരം കണ്ടോ? ഇസ്ലാം നൽകുന്ന സവാബ് കണ്ടോ? ഇതുപോലെയല്ലേ സകല മഹാന്മാരും ജീവിച്ചത്. മനുഷ്യന്മാരോട് മാത്രമല്ല, ജീവികളോടും കാരുണ്യം കാണിച്ചു പോയില്ലേ മഹാന്മാർ? അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശസ്തനായ പണ്ഡിതനാണ്. എല്ലാ ഫിഖ്ഹിന്റെയും മസ്അല പോയി എത്തുന്നത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനാണ്. മഹാനവറുകൾ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം സുബ്ഹാനല്ലാഹ്, പണ്ട് കാലത്ത് കിതാബ് എഴുതുക എന്ന് പറഞ്ഞാൽ മഷിക്കുപ്പിയിലെ മഷി ഇങ്ങനെ എടുത്തുകൊണ്ടാണ് ഏതല്. ആ മഷി ഇങ്ങനെ എടുത്ത് എഴുതുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു കൊതുക് വന്ന് ആ ചായ കുടിക്കാൻ തുടങ്ങി, ആ മഷിയെ കുടിക്കാൻ തുടങ്ങി. മഹാനവറുകൾ പേന അണക്കിയില്ല, അവിടെ തന്നെ ഇങ്ങനെ വെച്ചു കൊടുത്തു. എന്തിനാണ്? ഇൽമു ഇപ്പൊ എഴുതുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം ഈ മൃഗത്തിന് ഈ ജീവിക്കാതെ വെള്ളം കൊടുക്കലാണ്, അതിന്റെ ദാഹം തീർത്തു കൊടുക്കലാണ്. മഹാന്മാരൊക്കെ ജീവിച്ചത് അതുപോലെയാണ്. ഹസനുൽ ബസ്രി ഏറ്റവും വലിയ താബിഈയല്ലേ മുഅ്മിനീങ്ങളെ? അവർ ഏറ്റവും നല്ല അമലായി കണ്ടത് ഏതാണ്? ലൻ അഖ്ദിയ ലിമുസ്ലിമിൻ ഹാജതൻ അഹബ്ബു ഇലയ്യ മിൻ അൻ ഉസല്ലിയ അൽഫ റക്അ. ഇബ്നു അബി ദുനിയാന്റെ ഖളാഉൽ ഹവായിജിൽ കാണാം, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ആവശ്യം തീർത്തു കൊടുക്കലില്ലേ, അതെനിക്ക് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ
ഏറ്റവും വലിയ മഹബ്ബത്തുള്ളതാണ്. പള്ളിയിൽ പോയി 1000 റക്അത്ത് നിസ്കരിക്കലാണോ ഏറ്റവും ശ്രേഷ്ഠം? അല്ല മസ്ജിദുൽ ഹറമൈൻ മക്കയുടെയോ മദീനയുടെയോ പള്ളിയിൽ പോയി ഈത്തിക്കാഫ് ഇരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം? അല്ല പാവങ്ങൾക്ക് സഹായിക്കുന്നതാണോ ഏറ്റവും ശ്രേഷ്ഠം? സുബ്ഹാനല്ലാഹ്, സർവ മഹാന്മാരും ഏറ്റവും മുൻഗണന നൽകിയത് പാവങ്ങളെ സഹായിക്കലാണ്. മഹാനായ അശ്ശാരിഹുൽ മുഹഖിഖ് ജലാലുദ്ദീനുൽ മഹല്ലി റഹിമഹുല്ലാഹ് എത്ര വലിയ പണ്ഡിതനാണ്. അവിടെ നിന്നൊരു മസ്അല പറഞ്ഞാൽ പിന്നെ തിരുത്താൻ ആർക്കും കഴിയില്ല. അത്രമാത്രം കറക്റ്റായിരിക്കും, അത്രമാത്രം കൃത്യമായിരിക്കും. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ ദർസെടുക്കുന്നതിന്റെ ഇടയിൽ ആ ദർസും നിർത്തി പുറത്തേക്ക് പോയപ്പോ അവിടെയുള്ള മുതഅല്ലിമീങ്ങൾ ബാക്കിൽ വന്നു. ഉസ്താദ് എവിടേക്കാണ് പോവുക നോക്കാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, കുറെ ദൂരം നടന്നപ്പോ ഉസ്താദ് പോയി എത്തിപ്പെടുന്നത് ഒരു സ്ലം ഏരിയയിലേക്കാണ്. അതേ പാവങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തിലേക്ക് പോയി മഹാനവറുകൾ അവിടെയുള്ള കിണറ്റിലേക്ക് അതേ വെള്ളം കോരുന്ന പാത്രയിട്ട് വെള്ളം കോരി, എന്നിട്ടോ അവിടെയുള്ള പാവങ്ങളുടെ വീടുകളിലേക്ക് ആ വെള്ളം സപ്ലൈ ചെയ്തു. മുതഅല്ലിമീങ്ങൾ ചോദിച്ചു, ഉസ്താദേ ഏറ്റവും നല്ല അമലല്ലേ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക, അതിനെയും വൈവാക്കി എന്തുകൊണ്ടാണ് ഈ ഏരിയയിലേക്ക് വന്നതും? പാവങ്ങളുടെ സ്ഥലമാണ്, കച്ചറം പിടിച്ച സ്ഥലമാണ്. ഇവിടെ വന്ന് എന്തിനാണ് വെള്ളം കോരി കൊടുക്കുന്നത്? മഹാനവറുകൾ പറഞ്ഞു, മോനെ, ആ ഇൽമു പഠിപ്പിക്കുന്നതിനേക്കാൾ വെള്ളത്തിലേക്ക് ആവശ്യമായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ ദാഹം തീർത്തു കൊടുക്കലാണ് ഏറ്റവും നല്ല അമല്. ഈ ലോകത്ത് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയില്ലേ, ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി എഴുതുന്ന ഇടയിൽ അവിടത്തെ നാട്ടിലുണ്ടായിരുന്ന മദ്രസമുണ്ട്. ആ മദ്രസയുടെ പണി നടക്കുമ്പോൾ ആ മദ്രസയിലേക്കുള്ള കല്ല് ചുമക്കാറുള്ളത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആണ്. ആരോ വന്ന് ചോദിച്ചു, ഉസ്താദേ എന്തിനാണ് ഈ പണിയെടുക്കുന്നത്? ഈ മേസ്ത്രി പണിയെടുക്കാൻ ഞങ്ങളില്ലേ? മഹാനവറുകൾ നൽകിയ ഉത്തരമുണ്ട്, ഹാദാ റജാഇ യൗമൽ ഖിയാമ. മോനെ, എന്റെ ആഖിറത്തിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ ഈ അമലാണ്. മുഅ്മിനീങ്ങളെ, എല്ലാ സാന്ത്വന പ്രവർത്തനങ്ങളിൽ നമ്മുടെ മഹാന്മാർ മുമ്പിൽ നിന്നു. അസ്സാഇ അലൽ അർമിലതി കൽ ഗാസി ഫീ സബീലില്ലാഹ്. മിസ്കീന്മാർക്ക് വേണ്ടി ഓടി നടക്കൽ, വിധവകൾക്ക് വേണ്ടി ഓടി നടക്കലുണ്ടല്ലോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തതിന്റെ പുണ്യമാണ്. പടച്ച റബ്ബേ, നമുക്ക് ആ ഖിദ്മാത്തുകൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ദീനിന് വേണ്ടി ഖിദ്മാത്തുകൾ ധാരാളം നടത്തണം. എൻ്റെ KMJ പ്രവർത്തകന്മാരെ, SYSഉം SSFന്റെ പ്രവർത്തകന്മാരെ, അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദുന ഖുറത്തു സാദാത്ത് തങ്ങളുടെ മകൻ മഷ്ഹൂദ് തങ്ങൾ അവர்கள் വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എൻ്റെ പ്രസംഗം നിർത്താം. മുഅ്മിനീങ്ങളെ, അവസാനം ഒരു സംഭവം പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങൾ, എൻ്റെ സംഘടനാ പ്രവർത്തകന്മാരോട് എന്നോടും പ്രത്യേകമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് നല്ല ഇഖ്ലാസ് വേണം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ മഗ്രിബും ഇശാഉം ളുഹറും അസ്റും നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ ഒരു പുണ്യം മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദ്റത്തിലേക്ക് എത്തുന്നുണ്ട്. ആ ശാഫഈ ഇമാമിനെ അത്രയും വലിയ ആലിമാക്കി വളർത്തിയ, അതിൻ്റെ പിന്നാലെയുള്ള ഏറ്റവും വലിയ പ്രചോദക ശക്തി ഏതാണ്? അവിടുത്തെ ഉമ്മയാണ്. വാപ്പ മരണപ്പെട്ടു ചെറിയ പ്രായത്തിൽ. വളരെ പ്രയാസപ്പെട്ട് ദാരിദ്ര്യത്തിൻ്റെ കയ്പുനീര് കുടിക്കുന്ന സമയത്താണ് സ്വന്തം മകനായ ശാഫഈ ഇമാമിനെ പണിക്കൊന്നും മയക്കാതെ പഠനത്തിന് വേണ്ടി ഉമ്മ അയച്ചു കൊടുത്തു. ആ ഉമ്മയുടെ കാരണം കൊണ്ട് ലോകമൊട്ടാകെ ഇൽമു കൊണ്ട് നടക്കുന്ന പണ്ഡിതനായി ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു വന്നു. എൻ്റെ ഉമ്മമാരെ, നമ്മുടെ മക്കളെ ദീനീ വിദ്യാഭ്യാസത്തിൽ മികച്ചു നിൽക്കുന്ന മക്കളാക്കണം.
അത് നമ്മുടെ ദുനിയാവിനും ആഖിറത്തിനും വലിയ ഉപകാരമാണ്. നാം മരിച്ചു കിടന്നാലും സമാധാനത്തിൽ കിടക്കാനുള്ളൊരു വസീലയാണത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശാഫഈ ഇമാമിന്റെ ഖബറിലേക്ക് നമ്മുടെ ഇബാദത്തിന്റെ ഒരു പുണ്യം പോകുമ്പോൾ അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന ശാഫഈ ഇമാമിന്റെ ഉമ്മയുണ്ട്. അറിയാതെ ആ ഉമ്മയും ഈ പുണ്യങ്ങൾ കരസ്ഥമാക്കുന്നു. അതുപോലെയുള്ള ഉമ്മമാരായി തീരണ്ടേ മുഅ്മിനീങ്ങളെ. ഈ പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം. നമുക്ക് ഉയർച്ചകൾ വരുമ്പോൾ, നമുക്ക് എല്ലാവിധങ്ങളുള്ള ഇസ്സത്തുകൾ ഉണ്ടാകുമ്പോൾ അവിടെയൊന്നും അഹങ്കാരം നടിക്കാതെ, അതേ വേറെ ആളുകളെ കമന്റ് അടിക്കാതെ, നമ്മുടെ നാട്ടിലെ എത്രയോ പാപങ്ങളുണ്ടാകും, തെറ്റ് ചെയ്യുന്നവരുണ്ടാകും, ചില തെറ്റുകളെ വിഷയത്തിൽ പേര് കേട്ടവരുണ്ടാകും. അവരെയൊന്നും താരടിക്കാതെ, താന്ന് കാണാതെ, അവരെയൊക്കെ മൈൻഡാക്കി, അവരെയൊക്കെ കെയർ ചെയ്ത് അവരുടെ നന്മയ്ക്ക് വേണ്ടി മനസ്സിന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നവരാകണം. എല്ലാവരും മുഅ്മിനീങ്ങളാണ്, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാളും നരകത്തിൽ പോകാൻ പാടില്ല. ചോദിക്കട്ടെ, എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരാൾ തീ കൊണ്ട് കത്തിക്കരിയുകയാണെങ്കിൽ ദുനിയാവിൽ വെച്ച് ഞങ്ങളത് സഹിക്കുമോ? വെള്ളം പോയി ഞങ്ങൾ ആ മനുഷ്യന്റെ മേലിൽ അതേ വെള്ളം പോയി ഇടൂലേ? എന്തിനാണ്? കത്താതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ കത്തി കഴിഞ്ഞാൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂലേ? എന്തിനാണ്? അവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. ഓ മുഅ്മിനീങ്ങളെ, നരകം അതുപോലെയല്ലല്ലോ. കാലകാലം ജീവിക്കേണ്ട ഒരു സ്ഥലമാണത്. അല്ലാഹു നമ്മയൊക്കെ കാക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ എത്ര വലിയ തമ്മാടികൾ ഉണ്ടെങ്കിലും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബൽഅം ഇബ്നു ബഊറാരാണ്. ഒരു കാലത്ത് അർശ് നോക്കി ദർസെടുത്ത ആളാണ്. 12,000 മഷിക്കുപ്പികൾ വെച്ചാൽ പോലും അവിടുന്ന് പഠിപ്പിച്ചു തരുന്ന ഇൽമുകൾ എഴുതി തീരൂലാന്നാണ് ചരിത്രം പറയുന്നത്. ആ ബൽഅം ഇബ്നു ബഊറ അവസാനം ചത്തത് ഈമാനില്ലാതെയാണ്. 40 കൊല്ലം ബാങ്കൊടുത്തൊരു മുഅദ്ദിൻ, 30 കൊല്ലം ബാങ്കൊടുത്തൊരു മുഅദ്ദിൻ അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ കുടുംബക്കാരൊക്കെ മുസാഫ് പോയി കയ്യിൽ കൊടുത്തപ്പോൾ ആ മനുഷ്യൻ മുസാഫ് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ മുസാഫ് വൈവാക്കി കൊല്ലങ്ങളായി, ഞാൻ യഹൂദി മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പോയ രംഗം ചരിത്രത്തിൽ കാണുന്നു. കാരണം ചോദിച്ചപ്പോൾ ചെറിയ തെറ്റാണ് സംഭവിച്ചത്. ബാങ്ക് കൊടുക്കുന്ന ആൾ എല്ലാ ദിവസവും അന്യപെണ്ണിനെ കാണുന്നു, രസിക്കുന്നു. ചെറിയ തെറ്റുകൾ മതി ഈമാൻ നഷ്ടപ്പെടാൻ. വലിയ തെറ്റുകൾ ചെയ്തവരുണ്ടാകും, അവർ ചിലപ്പോൾ ഖേദിച്ച് മടങ്ങിയിട്ടുണ്ടാകും. ആരും ആരെക്കാൾ മേലെയല്ല, ആരും ആരെക്കാൾ താഴെയല്ല. നമുക്ക് ആ വിഷയത്തിൽ നല്ല ബോധം വേണം. സംഘടനാ പ്രവർത്തകന്മാർ പ്രത്യേകിച്ച് ആ വിഷയത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നമ്മുടെ ആളാക്കി തീർക്കുകയും വേണം. നമുക്ക് നല്ല ഇഖ്ലാസ് വേണം. ഏത് സാഹചര്യം വന്നാൽ താന്നു കൊടുക്കാൻ ഞങ്ങൾ റെഡിയാകണം. ഈ ലോകം കണ്ട ഏറ്റവും വലിയ താബിഈയല്ലേ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ കുറിച്ച് നബി തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഇന്ന ഖൈറത്ത് താബിഈന യുഖാലു ലഹു ഉവൈസ്. ഉവൈസ് എന്ന് പറയുന്ന ഏറ്റവും നല്ല താബിഈയുണ്ട്. ആ മനുഷ്യന് പാണ്ഡുരോഗമുണ്ട്. ഉമ്മയുടെ ദുആ കൊണ്ട് അദ്ദേഹത്തിന്റെ രോഗം ശിഫയായിട്ടുണ്ട്. ഉമ്മയുടെ ദുആ ആവശ്യമാണ്. ജീവിച്ചുള്ള ഉമ്മമാരില്ലേ, ഉപ്പമാരില്ലേ, അവരുടെ മുഖത്തേക്കൊന്ന് സന്തോഷത്തിൽ നോക്കൂ. ഹജ്ജ് ചെയ്ത പുണ്യമാണെന്ന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പക്കും ഉമ്മക്കും വയസ്സായാൽ, രോഗം വന്നാൽ നീ മകനായ നീ സന്തോഷിക്കേണ്ടതാണ്, ടെൻഷൻ അടിക്കേണ്ടതല്ല. കാരണം അവരുടെ ഖിദ്മത്ത് എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ, ആ ഖിദ്മത്ത് കൊണ്ട് സ്വർഗം നേടാൻ കഴിഞ്ഞില്ലേ. ഈ ചിന്ത നമുക്ക് വേണം. ഉപ്പയും ഉമ്മയും രോഗിയായാൽ ആരാരുടെ പുറയിൽ അയക്കുന്നതിന്റെ പകരം, ജ്യേഷ്ഠനും അനിയനും ഓഹരിയാക്കുന്നതിന്റെ പകരം ഞാൻ തന്നെ നോക്കാമെന്ന മനസ്സ് വേണം. ഉപ്പ ഉമ്മയെ ആദരിക്കണം.
ഉമ്മാന്റെ ദുആ കൊണ്ട് പാണ്ഡുരോഗം സമ്പൂർണമായി ശമനമായ ആളാണ് ഉവൈസുൽ ഖറനി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശരീരത്തിൽ അതേ ഒരു ദിർഹമിന്റെ അത്ര സ്ഥലം പാണ്ഡുരോഗം ബാക്കിയുണ്ട്. എന്തിനാണത്? എക്കാലത്തും അല്ലാഹു ചെയ്ത നിഅമത്തിനെ ഓർക്കാനാണ്. മഹാനവറുകളെ കുറിച്ച് പറയപ്പെടുന്നു, മഹാനവറുകൾ വഴിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയ ചെറിയ ആണുകുട്ടികൾ ഈ മനുഷ്യൻ ഭ്രാന്തനാണെന്ന് വിചാരിച്ച് കല്ലുകൾ എറിയാറുണ്ട്. അപ്പോഴൊക്കെ ഉവൈസുൽ ഖറനി പറയാറുണ്ട്, ഇർമൂനി ബിൽ അഹ്ജാരി സിഗാർ, ചെറിയ കല്ലുകൾ എറിഞ്ഞോ മക്കളെ, വലിയ കല്ലുകൾ എൻ്റെ ശരീരത്തിലേക്ക് വീണാൽ എന്റെ നിസ്കാരം ബാത്തിലാകും, എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെറിയ കല്ലുകൾ എറിഞ്ഞ് നിങ്ങൾ എന്നെ കൊണ്ട് സന്തോഷിച്ചോ. മുഅ്മിനീങ്ങളെ, മഹാനവറുകളുടെ ആഹാരം മനുഷ്യന്മാർ വലിച്ചെറിഞ്ഞ വേസ്റ്റേജുകളാണ്. പലപ്പോഴും അത് കഴിക്കാൻ വേണ്ടി തെരുവുകൾ ഇങ്ങനെ നടക്കുമ്പോ, ഒരു ദിവസം ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോ കൂടെയുള്ള നായ ഇങ്ങനെ കുറക്കാൻ തുടങ്ങി. മഹാനവറുകൾ നായയോട് പറഞ്ഞു, കുറക്കണ്ട, ഇതിൽ എനിക്കും നിനക്കും ഓഹരിയുള്ളതാണ്. ഞാൻ നരകത്തിൽ പോയാലോ എന്നെക്കാൾ ഏറ്റവും വലിയ മഹത്വമുള്ള ആളായി നീ തീർന്നു. അതേ സമയത്ത് ഞാൻ സ്വർഗത്തിൽ പോയാലോ നിന്നെക്കാൾ മഹത്വമുള്ളവനാണ് ഞാൻ. ദുനിയാവിൽ എനിക്കും നിനക്കും ഒരു വ്യത്യാസവുമില്ല. നിന്റെ അടുത്തുള്ളത് നീ കഴിച്ചോ, എൻ്റെ അടുത്തുള്ളത് ഞാൻ കഴിക്കാം. വലിയ വിനയത്തോടെ ജീവിച്ച് മരണപ്പെട്ടു പോയ മഹാന്മാർ, താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഏത് സമ്മേളനങ്ങളിൽ ഇരുന്നാലും, എത്ര കിതാബുകൾ ഓതി കൊടുത്താലും, ആയിരക്കണക്കിനുള്ള പണ്ഡിതന്മാരെ വാർത്തെടുത്താലും, എത്ര പാവങ്ങളെ പ്രയാസങ്ങൾ നീക്കി കൊടുത്താലും, അവസാനം പറയുന്ന വാക്കുണ്ട്, എൻ്റെ കൽബൊന്ന് ലംഘി മരിക്കണം, എനിക്കൊന്ന് ഹുസ്നുൽ ഖാത്തിമ കിട്ടണം. അവരൊക്കെ അവസാനത്തെ നിമിഷങ്ങളെ ഭയന്നു. മുഅ്മിനീങ്ങളെ, ഞങ്ങളെത്ര ഭയക്കണം. നമ്മുടെ മരണങ്ങളൊക്കെ നീ ഹുസ്നുൽ ഖാത്തിമയാക്കി തരണേ അല്ലാഹ്. താജുൽ ഉലമായോട് കൂടെ സ്വർഗത്തിൽ പോകുന്ന സ്വാലിഹീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. നമുക്കൊക്കെ ഓടി ചെന്നെത്താനുള്ളത് നീ ബാക്കി വെച്ച, നിന്റെ റസൂല് ബാക്കി വെച്ച അവിടുത്തെ ഇത്രത്താന് കുടുംബമാണ്. ആ കുടുംബം ഖിയാമത്ത് വരെ നമുക്ക് വലിയ തണലായി ആശ്രയമായി നീ നിലനിപ്പിച്ച് തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.